ഓക്കെ സോ നമ്മുടെ പ്രിസീൻ ഡിസ്കഷന്റെ വെരി ഫസ്റ്റ് ഡേ ആണ്. പ്രിസീൻ ഡിസ്കഷന്റെ വെരി ഫസ്റ്റ് ഡേ ആണ്. ഹൗ ഡു യു ഫീൽ ദ പ്രിസീൻ? പ്രിസീനെ ബേസ് ചെയ്ത് ലൈക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയത്? പ്രിസീൻ വളരെ ഹാർഡ് ആണെന്നാണോ, ഈസി ആണെന്നാണോ, കമ്പയർഡ് ടു ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് വി ഹാവ് ഡൺ ഇൻ ക്ലാസ്? പ്രിസീനെ പറ്റിയിട്ട് ഒരു കമന്റ് ഒന്ന് പറയും, കൗതുകം കൊണ്ട് ചോദിക്കാണ്. അല്ലെ, നോട്ട് വെരി കോംപ്ലെക്സ്, ഈസി ആണ്. ഇറ്റ്സ് ഓക്കെ, ഈസി ടു അണ്ടർസ്റ്റാൻഡ്, നോട്ട് ദാറ്റ് ബാഡ്, ഈസി. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ പോലെ തന്നെയാണ്, 50-50. കുറച്ച് ഈസിയാണ്, ബട്ട് ഫീൽ ലൈക്ക് ദർ ഇസ് എ ലോട്ട് ഓഫ് ഹിഡൻ തിങ്സ് ഇൻ ഇറ്റ്. യെസ്, റൈറ്റ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ്, വെരി ഗുഡ്. ഹോപ്പ് ദ ക്വസ്റ്റ്യൻ വിൽ ബി ഈസി ടു. അങ്ങനെ ആവട്ടെ. ഓക്കെ, ടു ബി ഫ്രാങ്ക്, എന്റെ ഒരു അസസ്മെന്റിൽ സെപ്റ്റംബർ 2023 ശേഷം ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. ഈ 3 വർഷത്തിന്റെ ഇടയ്ക്ക് വന്നിട്ടുള്ളതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള പ്രിസീനാണ് കറന്റ് നമുക്ക് വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു പ്രിസീനിൽ ഫസ്റ്റ് കാര്യം തന്നെ, ഇതിൽ പേജസ് ഒന്നും ഒരുപാടില്ല കമ്പയർഡ് ടു പ്രീവിയസ് പ്രിസീൻ. പേജസിന്റെ എണ്ണത്തിൽ കുറവുണ്ട്, തന്നിരിക്കുന്ന ഇൻഫർമേഷൻ കോണ്ടന്റിൽ കുറവുണ്ട്. പിന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്ലൗഡ് ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ വെറ്റിനറി ഹോസ്പിറ്റലോ ഇവന്റ് മാനേജ്മെന്റോ അങ്ങനെയുള്ള ഇൻഡസ്ട്രി ഒന്നുമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൈലി റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്, അല്ലെ, ഹെയർ ഡ്രസ്സിംഗ് ഇൻഡസ്ട്രിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കംപ്ലീറ്റ്ലി ഓഡിബിൾ ആണ്. ലൈക്ക് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അപ്പൊ എന്റെ സൗണ്ട് തന്നെ എനിക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് ഫൈൻ, റൈറ്റ്? പെർഫെക്റ്റ്, പെർഫെക്റ്റ്. ഓക്കെ, താങ്ക് യു ഗൈസ്. സോ ഈ ഹൈലി റിലേറ്റബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് നമ്മളെല്ലാവരും എന്താ പറയാ, ഹെയർ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് സലൂൺസിൽ വിസിറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കളറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ചെയ്യാറുള്ളതാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ അത്രയും ഹൈലി റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയത് തന്നെയാണ് ഒരു പരിധി വരെ അതിന്റെ ഡേഞ്ചർ എന്ന് ഞാൻ പറയും. ഓക്കെ, കാരണം ഐ ഹാവ് സീൻ ഇങ്ങനെ റിലേറ്റബിൾ ഇൻഡസ്ട്രീസ് വരുമ്പോൾ കാണുന്ന ഒരു മോസ്റ്റ് കോമൺ ഇഷ്യൂ ആണ്. സ്റ്റുഡൻസ് എഴുതുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഹെയർ ഡ്രസ്സിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഷോപ്പ് എന്ന് മെൻഷൻ അല്ലെങ്കിൽ സലൂൺ എന്ന് മെൻഷൻ ചെയ്യേണ്ടിടത്ത് ബാർബർ ഷോപ്പ് എന്ന് മെൻഷൻ ചെയ്യും, അല്ലെ? അല്ലെങ്കിൽ ഹെയർ ഡ്രസ്സർ എന്ന് പറയേണ്ടിടത്ത് നമ്മൾ എന്ത് പറയും? ബാർബർ എന്ന് പറയും. ഇവിടെ ഓൾ കേരള ബാർബേഴ്സ് അസോസിയേഷൻ എന്നതാണ് ഇൻഡസ്ട്രി ബോഡിയൊക്കെ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള വേർഡിങ്സും ടേംസും എക്സാമിന് കാണാറുള്ളതാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത്. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹേർട്ട് യുവർ പ്രൊഫഷണൽ മാർക്സ്. നമ്മുടെ പ്രൊഫഷണൽ മാർക്സ് ഇല്ലാതെ ആക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് യൂസ് സ്റ്റാൻഡേർഡ് ടേംസ് ആസ് ഗിവൺ ഇൻ ദ പ്രസീൻ. പ്രസീൻ തന്നതിന്റെ ഒരു ഒബ്ജക്റ്റീവ് അതുകൂടെയാണ്. ഓക്കെ, ഡെന്നിസൺ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയുടെ പേരിന് പകരം നിങ്ങൾക്ക് DKK എന്ന് യൂസ് ചെയ്യാം, ബിക്കോസ് എക്സാമ്പിൾ ഇറ്റ്സെൽഫ് ഈസ് യൂസിങ് ദാറ്റ്. ഓക്കെ, പക്ഷെ ഹെയർ ഡ്രസ്സറിനെ ബാർബർ എന്നോ സലൂണിനെ ബാർബർ ഷോപ്പ് എന്നോ വിളിക്കരുത് കേട്ടോ. അത് അങ്ങനെ കാണാറുള്ളത് കൊണ്ടാണ് ആദ്യം തന്നെ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പ്രസീൻ എക്സ്പ്ലനേഷൻ തുടങ്ങുന്നത്. ഓക്കെ, ഫസ്റ്റ് തിങ് അതാണ്. സെക്കൻഡ് വൺ, പ്രസീൻ, ടു ബി ഫ്രാങ്ക് ഞാൻ പറയാലോ, പ്രസീൻ ഇതുവരെ വന്നിട്ടുള്ളതിലെ എളുപ്പമുള്ള പ്രസീൻ ആണെന്ന് പറയുമ്പോൾ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് ഒക്കെ ബേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്തേക്കാം. കോർപ്പറേറ്റ് ഗവേണൻസ് ഒക്കെ കഴിഞ്ഞ 3-4 എക്സാം സെഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് എല്ലാം പക്കാണ്, ബോർഡൊക്കെ കിടിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഫൗണ്ടർ വന്നിട്ട് നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിരിക്കുന്ന സിനാരിയോസും കാര്യങ്ങളും, അങ്ങനെ കുറച്ച് സിനാരിയോസ് ഒക്കെ കാണാം. അപ്പൊ കോർപ്പറേറ്റ് ഗവേണൻസിനെ ബേസ് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടായേക്കാം, നമുക്ക് പറയാൻ കഴിയില്ല. കാരണം CGA ബേസ് ചെയ്ത് അങ്ങനെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഫോർ പ്രീവിയസ് സെഷൻസ് ഒക്കെ. മേ ബി അവർ ടോപ്പിക്ക് മാറ്റി ചോദിക്കുകയായിരിക്കാം. പിന്നെ വളരെ കോമൺ ആയിട്ട് എനിക്ക് വന്ന ഒരു ക്വറിയാണ്, സാർ എല്ലാവർക്കും പ്രസീൻ സെയിം ആയിരിക്കുമോ? തീർച്ചയായിട്ടും എല്ലാവർക്കും SBL എക്സാം ജൂൺ സെഷനിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും നിങ്ങൾക്ക് കിട്ടിയ പ്രസീൻ ഡോക്യുമെന്റ് ഒരു സിംഗിൾ ഡോക്യുമെന്റ് ഉണ്ടാവും, സെയിം സിനാരിയോ ആയിരിക്കും. പക്ഷേ എക്സാം ഡേയിൽ നമുക്ക് കിട്ടുന്ന സിനാരിയോസിൽ വ്യത്യാസം ഉണ്ടാവാം. ഓക്കെ, എക്സാം ഡേയിൽ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ അലീനയ്ക്ക് കിട്ടുന്ന സിനാരിയോ ആയിരിക്കില്ല അതുല്യക്ക് കിട്ടുന്നുണ്ടാവാം. ഓക്കെ, വിൽ ബി എ ഡിഫറെന്റ് സിനാരിയോ ഫോർ ജവാദ്. അപ്പോ സിനാരിയോസ് ഡിഫറെന്റ് ഉണ്ടാവാം, ക്വസ്റ്റ്യൻസിൽ റിക്വയർമെന്റ്സിൽ ഡിഫറൻസ് ഉണ്ടാവാം. ഓക്കെ, പക്ഷെ പ്രസീൻ വിൽ ബി ദ സെയിം ഫോർ ഈച്ച് ആൻഡ് എവരി വൺ. ഓക്കെ, സോ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രസീൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാണ്.
അപ്പൊ ഇനി ഒരു കാര്യം കൂടെ, പ്രസീൻ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എക്സാമിനർ തന്നെ നമ്മളോട് പറഞ്ഞു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രസീൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വാട്ട് ടു അവോയ്ഡ് ഡൂയിങ് വിത്ത് ദ പ്രസീൻ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രസീൻ കിട്ടിയ സമയത്ത് തന്നെ അതിനോടുകൂടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു ഡോക്യുമെന്റ് ആണ്, എല്ലാ സെഷനിലും കിട്ടുന്നതാണ്. ഓക്കെ, പ്രത്യേകം പറയുന്നുണ്ട് അവോയ്ഡ് എക്സ്റ്റെൻസീവ് അഡീഷണൽ റിസർച്ച് ഇൻ ടു ദ ഇൻഡസ്ട്രി. ഹെയർ ഡ്രസ്സിംഗ് ഇൻഡസ്ട്രിയിൽ കറന്റ് നിങ്ങളുടെ പ്രസീനിൽ കിട്ടിയ ഇൻഫർമേഷൻ മാത്രം നിങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ അതിൽ മാത്രം അനാലിസിസ് ഒക്കെ ചെയ്ത് വെച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് ഒരു അനാലിസിസ്, അല്ലെ, ഇന്ത്യൻ മാർക്കറ്റിൽ ഇങ്ങനെയാണ്, US മാർക്കറ്റിൽ ഇങ്ങനെ, ഇപ്പൊ ഡെവലപ്ഡ് ഇക്കണോമി എന്ന് പറയുമ്പോൾ നിങ്ങൾ US മാർക്കറ്റിൽ ഇങ്ങനെയാണ്, ആ രീതിയിലുള്ള റിസർച്ചിന് ഒരിക്കലും പോകരുത്. അവോയ്ഡ് സ്പെക്കുലേറ്റിംഗ് ഓൺ ഏരിയാസ് ഓഫ് സിലബസ് ദാറ്റ് വിൽ ബി എക്സാമിൻ ബേസ്ഡ് ഓൺ പ്രസീൻ. ഇപ്പൊ ഞാൻ ചെയ്തൊരു കാര്യമാണ്, നിങ്ങൾ ചെയ്യാൻ പാടില്ല ശരിക്കും. എന്താ ഞാൻ പറഞ്ഞ കോർപ്പറേറ്റ് ഗവേണൻസ്, നമ്മുടെ ബോർഡ് സ്ട്രക്ചർ ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് അതാണ് ഇരിക്കുന്നത്. അത് സെൻസ് ഐ ഹാവ് സീൻ ഓൾ ദ ക്വസ്റ്റ്യൻസ്, എനിക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. പക്ഷെ അങ്ങനത്തെ രീതിയിലുള്ള സ്പെക്കുലേഷൻസ് ഒഴിവാക്കുക, കാരണം അത് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പൊ വെറുതെ അല്ലെ ഇങ്ങനെ വന്നേക്കാം, അങ്ങനെ ചെയ്തത് സെയിം പോയിന്റ് തന്നെയാണ് ലാസ്റ്റിലേക്ക് വരുന്നത്. അവോയ്ഡ് ക്വസ്റ്റ്യൻ ടിപ്പിംഗ് ആൻഡ് സ്പോട്ടിങ്. ഓക്കെ, സാധാരണ ഈ പ്രസീൻ റിലീസ് ആയി കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, തവണ ഈ ഒരു ഏരിയ ആയിരിക്കും ചോദിക്കുക. നമുക്ക് ഒരിക്കലും അത് പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, വളരെ മേ ബി ഒരു 20% എന്തെങ്കിലും ക്വസ്റ്റ്യൻ ടിപ്പിങ്ങിനൊക്കെ വന്നേക്കാം. അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത സ്റ്റുഡൻസിന് അറിയാവുന്നതാണ്, പ്രസീനും റിയൽ എക്സാമും തമ്മിൽ ചിലപ്പോൾ വലിയ കാര്യമായിട്ട് ഒരു ബന്ധവും നിങ്ങൾക്ക് തോന്നണമെന്നില്ല. ഓൾറെഡി എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് അതറിയാം. അപ്പൊ അതുകൊണ്ടാണ് ആ രീതിയിൽ ക്വസ്റ്റ്യൻ ടിപ്പിംഗ് സ്പോട്ടിങ് ഒഴിവാക്കണം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നോക്കി, ദ എക്സിബിറ്റ് പ്രൊവൈഡഡ് ഓർ എക്സാം ഡേ മസ്റ്റ് ബി യൂസ്ഡ്. അതായത് പ്രസീൻ കാര്യമായിട്ട് അനലൈസ് ചെയ്തിട്ട്, നമ്മളിപ്പോ ചെയ്യുന്ന കാര്യം അതാണല്ലോ, പ്രസീനെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാ, അങ്ങനെ വെട്ടിക്കീറി മുറിച്ച് പ്രസീന്റെ അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോകും. ഓക്കെ, എന്നിട്ട് അത് നമ്മുടെ ആൻസറിങ്ങിന്റെ മെയിൻ സോഴ്സ് ആക്കി മാറ്റും. എന്ത് ടാസ്ക് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, അത്യാവശ്യം പോളിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അത് എക്സാമിനർ എന്ത് റിക്വയർമെന്റ് ചോദിച്ചു കഴിഞ്ഞാലും അതങ്ങോട്ട് എഴുതി വെക്കുന്ന ഒരു ശൈലിയൊക്കെ പലപ്പോഴും കാണാറുണ്ട്. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഓക്കെ, ഇൻഡസ്ട്രി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ഹെയർ ഡ്രസ്സിംഗ് ഇൻഡസ്ട്രിയാണ്. നമ്മുടെ കമ്പനിയുടെ പേര് DKK ആണ്. ഇത് മനസ്സിലാക്കുക, അതിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഹു ആർ ദ ഫൗണ്ടേഴ്സ്, വാട്ട് ഇസ് എ മാർക്കറ്റ് സ്ട്രക്ചർ, അല്ലെ, വാട്ട് ഇസ് എ മാർക്കറ്റ് ഷെയർ, വാട്ട് ഇസ് ദ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനും ഒരു ബേസിക് അനാലിസിസ് ചെയ്ത് വെക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു മെയിൻ സോഴ്സ് ഓഫ് ആൻസറിങ് മെറ്റീരിയൽ അല്ല പ്രസീൻ. നിങ്ങൾ എഴുതുന്ന ടാസ്കുകൾ ഒബ്വിയസ്ലി പ്രോബബ്ലി അതൊക്കെ എക്സാം ഡേയിൽ അവൈലബിൾ ആയിട്ടുള്ള എക്സിബിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിന് സപ്പോർട്ടീവ് ആയിട്ട് മേ ബി നിങ്ങൾക്ക് പ്രസീൻ കോണ്ടന്റ് യൂസ് ചെയ്യും. പിന്നെ ഇങ്ങനെ എന്തായാലും നമ്മൾ ചെയ്യില്ല, അല്ലെ, എക്സാമിന് തൊട്ട് മുന്നേ പ്രസീൻ ചിലർ ഭയങ്കര ലൈറ്റ് ആയിട്ട് എടുക്കും പ്രസീന്. എക്സാമിന് പോകുന്നതിന് പറഞ്ഞാൽ ഇതല്ലേ ഞാൻ വായിച്ചിട്ട് പോകും. അപ്പൊ അതുമല്ല, പ്രസീന് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് എന്തായാലും കൊടുക്കണമെന്നാണ് എക്സാമിനർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അവോയ്ഡ് സ്പെൻഡിങ് ടു മച്ച് ടൈം ഓൺ പ്രസീൻ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് റിവൈസിങ് ഏരിയാസ് ഓഫ് സിലബസ് ആൻഡ് കംപ്ലീറ്റ് പ്രാക്ടീസ് മോക്ക് എക്സാം. വളരെ റീസെന്റ് തുടങ്ങിയവരുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞു വരില്ലേ, അല്ലെ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പ്രസീൻ റിലീസ് ആയതിനു ശേഷം പഠിക്കാൻ തുടങ്ങിയവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവര് പ്രസീനിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ്ലി എന്ത് ചെയ്യുക, സിലബസ് ഏരിയാസ് ക്വിക്ലി കവറപ്പ് ചെയ്യുക ആൻഡ് ട്രൈ പ്രാക്ടീസിങ് അതർ ക്വസ്റ്റ്യൻസ്. മോക്ക് എക്സാംസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് അതിന്റെ കൂടെ തന്നെ പ്രസീനും വായിച്ചു പോകുക എന്നുള്ളത്. അല്ലാതെ പ്രസീൻ മാത്രം മതി എന്ന് ഒരിക്കലും വിചാരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ എക്സാമിനർ പറഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയണം. ഇനി ഞാനൊരു ഡോക്യുമെന്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളുടെ സെഷൻ, നമ്മുടെ SBLന്റെ ഒരു സെഷൻ നമുക്കറിയാം 3 ഡേയ്സിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 3 ഡേയ്സിൽ 1 അവർ ഈച്ച് വെച്ചിട്ടായിരിക്കും നമ്മൾ സെഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, ഈ ഡീപ് ഡൈവ് സെഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ഈ ഡീപ് ഡൈവ് സെഷനിൽ ബേസിക്കലി എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് ക്വിക്ലി ഒന്ന് നോക്കിക്കോ. ഓക്കെ, പ്രസീൻ മെറ്റീരിയൽ എന്താണോ അതിന്റെ ഒരു സിംപ്ലിഫൈഡ് ബ്രേക്ക് ഡൗൺ എന്നുള്ളതാണ്. ടു ബി ഫ്രാങ്ക്, ഈ പ്രസീനിൽ എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഒരുപാട് ഒന്നും ഞാൻ കണ്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പ്രസീൻ ആണ്. നിങ്ങളെ സംബന്ധിച്ച് ഹൈലി റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യം. ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിൽ നിന്ന് ഒരുപാടൊന്നും വിശദീകരിക്കാൻ കോണ്ടന്റ് ഇല്ല. ഓക്കെ, അപ്പോ പ്രത്യേകിച്ച് ദ എയിം ഓഫ് ദിസ് ഡോക്യുമെന്റ് ഇസ് നോട്ട് അബൌട്ട് എക്സാം ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്,
എക്സാമിന് ചോദിച്ചേക്കാം, അത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ആ ഒരു മാപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുത്തിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ബേസിക്കലി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക. ആൻഡ് ദിസ് ഡോക്യുമെന്റ് കനോട്ട് ബി ബ്രോട്ട് ടു എക്സാം ഹാളിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. എക്സാം ഡേയിൽ നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്ന പ്രിസീൻ ഡോക്യുമെന്റ് വീണ്ടും അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇതിന്റെ പേജസ് നോക്കണ്ട. ഇൻ ദ പ്രോസസ് ഓഫ് ബിൽഡിംഗ് ദിസ്. അത് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, വളരെ കുറച്ച് പേഷ്യന്റ് ആയിട്ടിരിക്കുക. കാരണം മേ ബി ബൈ ടുമോറോ എൻഡോട് കൂടെയോ അല്ലെങ്കിൽ ഡേ ആഫ്റ്റർ ടുമോറോ കൂടെ ഞാൻ ഈ ഒരു കംപ്ലീറ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. ഓക്കെ, സോ ഡെന്നിസ് ആൻഡ് കോക്കോ DKK എന്ന് തന്നെ എക്സാമിനർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈസ് എ ഹെയർ ഡ്രസ്സിംഗ് ബിസിനസ് ഇൻ കെയ്ലാൻഡ്, എ ഡെവലപ്ഡ് കൺട്രി വിത്ത് എ സ്റ്റേബിൾ ഇക്കണോമി. ഡെവലപ്ഡ് കൺട്രി ആണ്, സ്റ്റേബിൾ ഇക്കണോമി ആണെന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുക്കേണ്ട ഇൻസൈറ്റ് എന്താ? അല്ലെ, നമ്മളെ സംബന്ധിച്ച് കുറച്ച് മുന്നോട്ട് വായിച്ചു പോകുമ്പോൾ നമുക്കറിയാം DKK എന്നുള്ളത് നമ്മൾ കുറച്ച് പ്രീമിയം ഹെയർ ഡ്രസ്സിംഗ് സലൂൺ ആയിട്ടാണ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ലക്ഷറി സ്പെൻഡുകളൊക്കെ നമുക്കറിയാം, ഒരു ഇക്കണോമിക് ഡൗൺ ടേൺ വന്നു കഴിഞ്ഞാൽ ലക്ഷറി സ്പെൻഡുകളൊക്കെ വേണ്ടാന്ന് നോക്കും. ആളുകൾ നെസസിറ്റി ഗുഡ്സിലേക്ക് മാത്രം പോകുമെന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കറന്റ് സ്റ്റേബിൾ ഇക്കണോമി ആയതുകൊണ്ടും ഡെവലപ്ഡ് കൺട്രി ആയതുകൊണ്ടും ഇതിന് വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് ആണ് നമ്മുടെ DKK എന്നുള്ളത്. ഓക്കെ, അത് ഒരിക്കലും ഫസ്റ്റ് ഈ ഒരു സെന്റൻസ് വായിച്ചത് കൊണ്ട് കിട്ടത്തില്ല. ഫുൾ പ്രസീൽ വായിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വായിക്കുമ്പോൾ വരുന്ന ഇൻസൈറ്റ്സ് ആണ് കേട്ടോ അതൊക്കെ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ്, ഒരു മിനിറ്റ്, റെക്കോർഡിങ്സ് കിട്ടും, തീർച്ചയായിട്ടും റെക്കോർഡിങ്സ് കിട്ടും. ഓക്കെ, ഇന്നത്തെ സെഷന്റെ റെക്കോർഡിങ്സ് എന്തായാലും ആഫ്റ്റർ ഒരു സെഷൻ കഴിഞ്ഞിട്ട് in 1 hour അപ്ലോഡ് ആയി. ഇറ്റ് ഈസ് എ തേർഡ് ലാർജസ്റ്റ് ബിസിനസ് ഇൻ ദ ഇൻഡസ്ട്രി. തേർഡ് ലാർജസ്റ്റ് എന്ന് പറയുമ്പോൾ മറ്റ് രണ്ട് ഫേംസിനെ ഓൾറെഡി മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലെ. ഹലോ ഹെയർ എന്ന് പറയുന്നതും ട്രിംസ് എന്ന് പറയുന്ന രണ്ട് ബിസിനസിന്റെ കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്, വരുന്ന വഴിക്ക് കാണാം. ഓക്കെ, ആൻഡ് ദിസ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ് ഫോർ 40 years. 40 years ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല അല്ലെ. 40 years ആയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. വിച്ച് മീൻസ് ദേ ഓൾറെഡി ഹാവ് ദ സിസ്റ്റംസ്. അവർ സ്കെയിൽ ചെയ്ത് ഈ ഒരു പോയിന്റിലേക്ക് എത്തിയതാണ്, തേർഡ് ലാർജസ്റ്റ് ആയതാണ്. ഹെയർ ഡ്രസ്സിംഗ് ഇൻഡസ്ട്രി ഇൻ കെയ്ലാൻഡ്. ഹെയർ ഡ്രസ്സിംഗ് ഇൻഡസ്ട്രി പ്രൊവൈഡ് സർവീസസ് ടു മെൻ, വിമൻ ആൻഡ് ചിൽഡ്രൻ. നമ്മുടെ ക്ലയൻസ്, കസ്റ്റമേഴ്സ് ആയിട്ട് എല്ലാ ജെൻഡർ അല്ലെ വരുന്നുണ്ട്. ദ സർവീസസ് ആർ പ്രൊവൈഡഡ് ടു ക്ലയന്റ് ഇൻ ഷോപ്സ് വിച്ച് ആർ നോൺ ആസ് സലൂൺസ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഷോപ്സിനെ നമ്മൾ ഇനി അങ്ങോട്ട് മെൻഷൻ ചെയ്യുന്നത് സലൂൺസ് എന്നായിരിക്കണം. ബൈ ഹെയർ ഡ്രസ്സേഴ്സ് ഹു ആർ സപ്പോർട്ടഡ് ബൈ ട്രെയിനി ഹെയർ ഡ്രസ്സേഴ്സ് ഓർ എൽസ് നമുക്ക് എക്സാമിന് അസിസ്റ്റൻസ് ഒന്ന് യൂസ് ചെയ്യാം. സലൂൺസ് ആർ മാനേജ്ഡ് ബൈ സലൂൺ മാനേജേഴ്സ്. സം സലൂൺസ് എംപ്ലോയ് റിസപ്ഷനിസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡിഫറെന്റ് സെറ്റ് ഓഫ് എംപ്ലോയീസ്. ഓക്കെ, സാധാരണ ഒരിക്കലും ഇതിനു മുന്നിലുള്ള ഒരു പ്രസീനിലും, ഈ ഒരു ഇൻഡസ്ട്രി ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതിനു മുന്നിലുള്ള ഒരു പ്രസീനിലും ടൈപ്സ് ഓഫ് എംപ്ലോയീസിനെ വെച്ചിട്ടൊന്നും പ്രസീൻ കോണ്ടന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളെ ബേസിക്കലി അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സർവീസ് ബിസിനസ് ആണ്, ഹീ കോർ സ്റ്റാഫ് ആണ്. ഓക്കെ, അടുത്ത മാർക്കറ്റ് സ്ട്രക്ചർ. ഹെയർഡ്രസ്സിംഗ് is a very large and competitive industry in Kayland, employing 259,200 people, just under 1% of working population of Kayland. നമ്മുടെ എംപ്ലോയീസിന്റെ നമ്പർ അല്ല പറയുന്നത്, ഹെയർ ഡ്രസ്സിംഗ് ഇൻഡസ്ട്രി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഹെയർ ഡ്രസ്സേഴ്സ്, അസിസ്റ്റൻസ്, അതേപോലെ സലൂൺ മാനേജേഴ്സ്, റിസപ്ഷനിസ്റ്റ് ഒക്കെ തുടങ്ങിയ ആളുകൾ അല്ലെ. അത് മാത്രമാണ് ഏകദേശം 2.5 ലക്ഷത്തിലധികം ആളുകൾ കെയ്ലാൻഡിന്റെ 1% വർക്കിംഗ് പോപ്പുലേഷൻ താഴെയാണ്. ഓക്കെ, വലിയൊരു ഇൻഡസ്ട്രിയാണ്, ഒരുപാട് പേർക്ക് എംപ്ലോയ്മെന്റ്, ഒരുപാട് ലൈവ്ലിഹുഡ് അസോസിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇറ്റ് ഈസ് വെരി ഫ്രാഗ്മെന്റഡ്. ഫ്രാഗ്മെന്റഡ് എന്നുള്ള ടേം ഇതിനു മുന്നേയും പ്രസീൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രാഗ്മെന്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഷെയർ ഇല്ലേ, 100% മാർക്കറ്റ് ഷെയർ ഇല്ലേ, ആ മാർക്കറ്റ് ഷെയറിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇൻഡസ്ട്രി ഫ്രാഗ്മെന്റഡ് എന്ന് വിളിക്കാം. അപ്പോൾ ഹെയർ ഡ്രസ്സിംഗിന്റെ കേസിൽ, നമ്മുടെ കേസിൽ ഇവിടെ ഒരു ഫ്രാഗ്മെന്റഡ് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ഇന്റൻസ് കോമ്പറ്റീഷൻ ആണ് ഫ്രാഗ്മെന്റഡ് ഇൻഡസ്ട്രി എന്ന് പറയും. എന്തുകൊണ്ടാണ് ഫ്രാഗ്മെന്റഡ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ദർ ആർ ലോ ബാരിയേഴ്സ് ടു എൻട്രി അല്ലെ. ആർക്കും വേണമെങ്കിൽ പോയിട്ട് തുടങ്ങും. ഓക്കെ, നമുക്ക് ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറയാനാണെങ്കിൽ, ഏതൊക്കെ കമ്പനീസ് ആണ് ഇവിടെ പെട്രോൾ പമ്പ് ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം ഇന്ത്യൻ ഓയിൽ ഉണ്ട്, അതേപോലെ HP ഉണ്ട്, അതേപോലെ ഭാരത് പെട്രോളിയം ഉണ്ട്, നയാര ഉണ്ട് അല്ലെ. ഇങ്ങനെ കുറച്ച് ഫേംസേ ഉള്ളൂ. നാളെ നിങ്ങൾക്ക് പെട്ടെന്ന് പോയിട്ട് പുതിയൊരു ബ്രാൻഡ് ഉണ്ടാക്കി തുടങ്ങണം എന്ന് പറഞ്ഞാൽ തുടങ്ങാൻ പറ്റുന്നില്ല. അവിടെ ബാരിയേഴ്സ് ടു എൻട്രി ഹൈ ആണ് അല്ലെ. എന്നാൽ നിങ്ങൾക്ക് തുടങ്ങാം, സലൂൺ തുടങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിലി തുടങ്ങാവുന്നതേ ഉള്ളൂ. കാരണം ബാരിയേഴ്സ് ടു എൻട്രി കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇൻഡസ്ട്രി ഫ്രാഗ്മെന്റഡ് ഇൻഡസ്ട്രി ആവുന്നത്.
Over 99% of the businesses are small independent business with just one salon and a maximum of 10 members of staff. ഇൻഡസ്ട്രിയിലുള്ള 99%, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആദ്യമായിട്ടാണ് അല്ലെ. 99% ബിസിനസ് വളരെ ചെറിയ ഒരു സലൂൺ ഇട്ടു, അവിടെ മാക്സിമം പോയാൽ 10 സ്റ്റാഫ് വരെ ഉണ്ടാകാം. ബാക്കിയുള്ള 1% ഉണ്ടല്ലോ, ബാക്കിയുള്ള 1% എന്ന് പറയുന്നത് ലോക്കൽ ചെയിൻസ് ആയിരിക്കാം, ഓപ്പറേറ്റിംഗ് 2 to 4 സലൂൺസ് ഇൻ എ പെർട്ടിക്കുലർ ടൗൺ ഓർ സിറ്റി ഓർ റീജിയൻ. ഓക്കെ, ആൻഡ് നാഷണൽ ചെയിൻസ് വന്നേക്കാം വിത്ത് 5 or more സലൂൺസ്. അപ്പൊ ലോക്കൽ ചെയിൻസ് എന്താണ്, നാഷണൽ ചെയിൻസ് എന്താന്ന് പറഞ്ഞാൽ, ലോക്കൽ ചെയിൻസ് പറഞ്ഞാൽ ഒരു സിറ്റിയിൽ മാത്രം അല്ലെങ്കിൽ ഒരു ടൗണിൽ മാത്രമോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് റീജിയനിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യും. ഓക്കെ, ഇപ്പോ ഒരു എക്സാമ്പിൾ ഇപ്പൊ കേരളത്തിൽ പറയാനാണെങ്കിൽ മിറർ മാജിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരിക്കലും റിയൽ ലൈഫ് ടേംസ് നിങ്ങൾ വീണ്ടും എഴുതി വെക്കരുത് കേട്ടോ. റിയൽ ലൈഫ് കമ്പനിയുടെ പേരും കാര്യങ്ങളൊന്നും എഴുതി വെക്കരുത്. നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അവരെയൊക്കെ നമുക്ക് ലോക്കൽ ചെയിൻ ആയിട്ട് പറയും. എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ റീജിയൻ ഫോക്കസ് ചെയ്തിട്ട് ആണ് അവർ ചെയ്യുന്നത് അല്ലെ. കേരളം എന്ന റീജിയൻ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് അവർ എക്സ്പാൻഡ് ചെയ്യുന്നത്. പിന്നെ നാഷണൽ ചെയിൻസ് ഉണ്ട്. ഓക്കെ, നാഷണൽ ചെയിൻസ് വിത്ത് 5 or more സലൂൺസ്. നോ സിംഗിൾ ബിസിനസ് ഡോമിനേറ്റ് ദ മാർക്കറ്റ്. ഒറ്റൊരാളും മാർക്കറ്റ് ഡോമിനേഷൻ എന്ന് വെച്ചാൽ 99%ഉം ഓരോരോ ഡിഫറെന്റ് സലൂൺസാണ്. ബാക്കി 1% ഉള്ളവർക്കാണെങ്കിലോ 2 to 4 സലൂൺസോ അല്ലെങ്കിൽ 5-ലധികം സലൂൺസ് ഉണ്ട് എന്ന് പറയുന്ന നാഷണൽ ചെയിൻസേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആർക്കും അങ്ങനെ ഒരു മാർക്കറ്റ് ഡോമിനേറ്റർ ആവാനൊന്നും പറ്റുന്നില്ല. സാധാരണ എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്കൊരു 30% ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഇയാളാണ് അല്ലെ, ആ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നും പറയുന്നില്ല. ഒരു കമ്പനിയും 10% പോലും ഷെയർ ഹോൾഡ് ചെയ്യുന്നു, മാർക്കറ്റ് ഷെയർ. 3 largest business are national chains and generate less than 3% of total revenue between them. ഏൺ ചെയ്യുന്ന മൊത്തം റവന്യൂ, അതായത് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള മാർക്കറ്റ് ഷെയർ ബേസിക്കലി പറയുന്നത്. ടോട്ടൽ ഇൻഡസ്ട്രിയുടെ 3% ഷെയർസ് ആണ് ആരൊക്കെ ചേർന്നിട്ട്, ഹെലോ ഹെയറും ട്രിംസും അതേപോലെ നമ്മുടെ DKKയും ചേർന്നിട്ട് ഷെയർ ചെയ്തു. അപ്പൊ മാർക്കറ്റ് ഷെയർ ഒക്കെ എത്രയോ ചെറുതാണെന്ന് നോക്കൂ. മാർക്കറ്റ് ലീഡേഴ്സ് ആയിട്ട് പറയുന്ന 3 പേരുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 3% താഴെയാണ് എന്ന് പറയാം. Over 98% of the hairdressing business have a revenue of less than 500,000, which is below average business revenue in Kayland. 98% ബിസിനസ്സുകൾക്കും 99% സലൂൺ മാനേജേഴ്സ് ആണെന്ന് പറഞ്ഞു. അതും ഇതുമായിട്ടൊന്നും ബന്ധമില്ല കേട്ടോ. പെർസെന്റേജുകൾ കാണുമ്പോൾ ഇവിടെ 3 ആയിട്ട് പിന്നെ ഇവിടെ 98, ഇവിടെ 2 ആണെങ്കിൽ കൺഫ്യൂഷൻ ആയത്. ഓക്കെ, അപ്പൊ ഇത് പെർസെന്റേജുകൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആവറേജ് ബിസിനസ് റവന്യൂവിനേക്കാളൊക്കെ ഒത്തിരി അധികം താഴെയാണ് 98% ബിസിനസ്സുകളിൽ റവന്യൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ അത്ര കോമ്പറ്റീഷൻ ആണ് അല്ലെ. ആർക്കും അവർ വിചാരിച്ച ഒരു അല്ലെങ്കിൽ ഒരു ആവറേജ് റവന്യൂവിലേക്ക് ഏൺ ചെയ്യുന്ന രീതിയിലല്ല. ഓക്കെ, ഫ്രാഗ്മെന്റഡ് ഇൻഡസ്ട്രി സ്ട്രക്ചർ. നമ്മൾ ഇനി ഇതിൽ നിന്ന് ഇപ്പൊ ഞാനിപ്പോ ബേസിക്കലി ചെയ്ത കാര്യം ഇതാണ്. നമ്മളുടെ ക്രിസിന്റെ ഒരു പാർട്ട് എടുത്തു വെക്കുന്നു. ഓക്കെ, ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഒരു ഓവർവ്യൂ കിട്ടിയതിനു ശേഷം അതിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിൽ ഒരു റൈറ്റിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അന്നേരം കൊണ്ടുവന്നേക്കാവുന്ന കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ഫ്രാഗ്മെന്റഡ് ഇൻഡസ്ട്രി സ്ട്രക്ചർ ആണെന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ. ഓവർ 99%ഉം സ്മോൾ സലൂൺസ് ആണ്. ഇൻഡസ്ട്രി ഹൈലി ഫ്രാഗ്മെന്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത്രയും ഫ്രാഗ്മെന്റഡ് ഇൻഡസ്ട്രിയിൽ ഹൗ കെൻ വി എക്സിസ്റ്റ് എന്നുള്ളത് അല്ലെ, നമുക്ക് ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ. ഹെവി കോമ്പറ്റീഷൻ ഉള്ള, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഹെവി കോമ്പറ്റീഷൻ ഉള്ള സമയത്ത് നമ്മൾ പ്രൈസ് കുറയ്ക്കുക എന്നൊന്നും അല്ല എഴുതേണ്ടത്. നമ്മൾ അവിടെ എഴുതേണ്ട ഒരു സൊല്യൂഷൻ ആണ് ഡിഫറൻസിയേഷൻ. പല ചോദ്യങ്ങളിലും നമ്മൾ ഇതേ കാര്യം ആൻസർ ആയിട്ട് എഴുതി വെച്ചതാണ്. ഓക്കെ, അപ്പൊ DKK മസ്റ്റ് therefore rely on ഡിഫറൻസിയേഷൻ എന്ന് പറയും. ഇനി ആ ഡിഫറൻസിയേഷൻ എങ്ങനെ അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഓരോ ഓർഗനൈസേഷനും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടെക്നോളജി ആയിരിക്കാം, സസ്റ്റൈനബിലിറ്റി ആയിരിക്കാം, ബ്രാൻഡിന്റെ റെപ്യൂട്ടേഷൻ ആയിരിക്കാം, സർവീസ് ക്വാളിറ്റി ആയിരിക്കാം, കസ്റ്റമേഴ്സ് എക്സ്പീരിയൻസ് ആയിരിക്കാം. അത് ഡിഫർ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് ലോ ബാരിയേഴ്സ് ടു എൻട്രി. നമുക്കറിയാം ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആർക്ക് വേണമെങ്കിലും ഒരു സലൂൺ തുടങ്ങാമെന്ന് പറയുമ്പോൾ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് വളരെ മിനിമൽ ആണ് അല്ലെ. ഒരുപാട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലൈസൻസും കാര്യങ്ങളും ഇൻഡസ്ട്രി ബോഡി ഒന്നും ഇല്ല, അൺറെഗുലേറ്റഡ് ആണെന്ന് കുറച്ച് താഴേക്ക് പോകുമ്പോൾ പറയുന്നുണ്ട്. സോ ന്യൂ സലൂൺസ് ക്യാൻ എൻ്റർ വെരി ഈസിലി. അപ്പൊ വീണ്ടും കോമ്പറ്റീറ്റീവ് പ്രഷർ കൂടുകയാണ്. ഓക്കെ, അപ്പൊ DKKക്കും ഈ രീതിയിലുള്ള എന്താ പറയാ നിഷ് പ്രീമിയം സലൂൺസിൽ നിന്നും സ്പെഷ്യലി സർവീസ് പ്രൊവൈഡേഴ്സിന്റെ സൈഡിൽ നിന്നൊക്കെ ശക്തമായ കോമ്പറ്റീഷൻ നേരിടാം. നമ്മൾ ഒരിക്കലും ഒരു മാസ് മാർക്കറ്റ് അല്ല ഫോക്കസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. DKKയുടെ കസ്റ്റമേഴ്സ് ഒക്കെ കുറെ പ്രീമിയം കസ്റ്റമേഴ്സ് ആണ് അല്ലെ. ഗോയിങ് ഫോർവേഡ് നമുക്കത് കാണാം.
ഓക്കെ, മാസ് മാർക്കറ്റ് അല്ല ഫോക്കസ് ചെയ്യുന്നുള്ള മനസ്സിലാക്കുക. ഇനി സർവീസ് ബേസ്ഡ് ബിസിനസ് മോഡൽ. ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഗോയിങ് ഫോർവേഡ്, ഇനിയും നമുക്ക് എക്സാമിലേക്ക് നിയർലി ഒരു 10 ദിവസം ഉണ്ടല്ലോ. ഓക്കെ, 10 ഒരു 8 ദിവസം 9 ദിവസം ഉണ്ട്. ഓക്കെ, അപ്പോ അത്രയും ഡേയ്സ് ഉള്ള സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കൂടുതലും സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് സെലക്ട് ചെയ്യും. ഡൂൾസ് ചോക്ലേറ്റ് കമ്പനി വീണ്ടും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് എ പ്രോഡക്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ട്രൈ ടു ഡു ഒപ്റ്റിമ. നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ചെയ്തതാണ് ഒപ്റ്റിമ. അതേപോലെ പെറ്റ് സർവീസസ് എന്നൊരു ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്ത PVS വെറ്റിനറി. അവിടെയൊക്കെ സർവീസ് ഇൻഡസ്ട്രി ആണ്, ഹ്യൂമൻസിനെ റിലേ ചെയ്ത് ബിസിനസ് മുന്നോട്ട് പോകുന്ന മോഡൽസ് ആണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള ഒപ്റ്റിമ എന്ന് പറയുന്ന ഒരു ജിം സിനാരി ഫിറ്റ്നസ് ഇൻഡസ്ട്രി ആയിരുന്നു, ട്രെയിനേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒപ്റ്റിമ ഒരു ക്വസ്റ്റ്യൻ ഒപ്റ്റിമയാണ്, പിന്നെ ഒരു ക്വസ്റ്റ്യൻ പറയാൻ പറഞ്ഞാൽ PVS ആണ്, പിന്നെയും ഒരു ക്വസ്റ്റ്യൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വുഡ് സേ നമ്മൾ ഓൾറെഡി ചെയ്ത CC കമ്പനി ഒക്കെ ആയിരിക്കും. ഓക്കെ, സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ, അപ്പോ എവിടെ പറഞ്ഞത്? സോ പീപ്പിൾ ഇന്റൻസീവ് ആയിട്ടുള്ള സർവീസ് ഇൻഡസ്ട്രി ആണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഡിപെൻഡ് ഹെവിലി ഓൺ എംപ്ലോയി സ്കിൽസ്, കൺസിസ്റ്റൻസി ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഹ്യൂമൻ ക്യാപിറ്റൽ അതുകൊണ്ട് ഒരു സ്ട്രാറ്റജിക് അസറ്റ് ആയിട്ട് മാറുന്നു. ഇത്രയും കാലം നമ്മൾ ചെയ്ത മിക്ക ക്വസ്റ്റ്യനിലും ഒരു ഓപ്പറേഷണൽ റിസോഴ്സ് ആയിട്ട് മാത്രം എംപ്ലോയീസിനെ കാണുമ്പോൾ ഇവിടെ നമുക്ക് അതൊരു സ്ട്രാറ്റജിക് അസറ്റ് എന്നുള്ള രീതിയിലൊക്കെ ആൻസറിൽ എഴുതുമ്പോൾ എഴുതാം കേട്ടോ. ഇനി there are 3 different types of client experience offered by the business. ഏതൊക്കെയത്? ബേസിക്, ഗുഡ് ആൻഡ് എക്സലന്റ്. ഓക്കെ, ആദ്യമായിട്ടാണ് ഒരു ക്വസ്റ്റ്യനില് കസ്റ്റമേഴ്സിന് കിട്ടുന്ന എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സെഗ്മെന്റേഷൻ നടത്തിയത്. കസ്റ്റമർ സെഗ്മെന്റേഷൻ ഒപ്റ്റിമ ചെയ്ത സമയത്തെ വെരി ഫസ്റ്റ് റിക്വയർമെന്റ് ആയിരുന്നു കസ്റ്റമർ സെഗ്മെന്റേഷൻ ചെയ്യുക, മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നുള്ളത്. അപ്പൊ ഇവിടെ ബേസിക്, ഗുഡ് ആൻഡ് എക്സലന്റ് എന്ന രീതിയിൽ 3 ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ആയിട്ടാണ് മാപ്പ് ചെയ്തത്. ബേസിക് എന്നത് ലോ ലെവൽ ഓഫ് സർവീസും, ഗുഡ് എന്ന് പറയുമ്പോൾ അതൊരു സാറ്റിസ്ഫാക്ടറി ലെവൽ ഓഫ് സർവീസും, എക്സലന്റ് എന്ന് പറയുമ്പോൾ പ്രീമിയം സർവീസും. ലോയിൽ അല്ലെങ്കിൽ ബേസിക് എക്സ്പീരിയൻസിൽ വളരെ കുറച്ച് സർവീസസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഗുഡ് എന്ന് പറയുന്നതിൽ മിക്ക സർവീസും ഉണ്ടാവും. എക്സലന്റ് എന്ന് പറയുന്നത് എന്തും, എല്ലാ സർവീസസ്, ഫുൾ റേഞ്ച് ഓഫ് സർവീസസ് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, റിഗാർഡിംഗ് ടു ദിസ് ഇൻഡസ്ട്രി. ഇനി അവിടെ വേണ്ട എംപ്ലോയീസിന്റെ സ്കിൽ സെറ്റും കാര്യങ്ങളാണ്. ബേസിക് സ്കിൽസ് ആൻഡ് ലിറ്റിൽ എക്സ്പീരിയൻസ്. ഇവിടെ കുറച്ചുകൂടി എക്സ്പീരിയൻസ് വേണം. ഹൈലി സ്കിൽഡ് ആൻഡ് വെരി എക്സ്പീരിയൻസ്. പ്രൈസും ഒക്കെ അതേപോലെയാണ്, ചീപ്പ്, റീസണബിൾ ആൻഡ് ഹൈ. ഓക്കെ, ഇവിടെ സലൂൺസിന്റെ ഒരു ഇന്റീരിയേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ഫർണിഷിംഗ്, സിമ്പിൾ ഇന്റീരിയേഴ്സ്, ബേസിക് ഫർണിഷിംഗ്, കുറച്ചുകൂടെ കംഫർട്ടബിൾ കുഷനിങ് ഫർണിഷിംഗ്സ് ഒക്കെ ആയിരിക്കും. ഇവിടെ വളരെ ലക്ഷൂറിയസ് ഇന്റീരിയേഴ്സ് ഒക്കെ ആയിരിക്കും അല്ലെ. ഇവിടെ ഒരു ഹെയർ ബൈ മുകേഷ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത ഒരു കോണ്ടന്റിലേക്ക് വരാണ്. അടുത്ത 2 കോമ്പറ്റീറ്റേഴ്സിനെ പരിചയപ്പെടുന്നു. ഹലോ ഹെയർ ഇസ് ദ ലാർജസ്റ്റ് ചെയിൻ ആൻഡ് ഹാസ് 203 സലൂൺസ്. 5 or 6 സലൂൺ ഉള്ള നാഷണൽ ചെയിൻസിന്റെ കാര്യം പറഞ്ഞാൽ 5-ലധികം എന്നാ പറയുന്നത്. 203 സലൂൺസ് ആണ് ഹലോ ഹെയർ എന്ന ചെയിനുള്ളത്. ഒരു ചെയിൻ ബിസിനസ് ആണ് അല്ലെ. ദേ പ്രൊവൈഡ് എ ഗുഡ് ക്ലയന്റ് എക്സ്പീരിയൻസ്. സെക്കൻഡ് വൺ ഇസ് ട്രിംസ്. ദേ ഹാവ് 85 സലൂൺസ്. 200 കഴിഞ്ഞാൽ പിന്നെ 85 ആണ്. പക്ഷെ 200 സലൂൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേ, ഈവൻ ദോ ദേ ആർ ഹാവിംഗ് 200+ സലൂൺസ്, അവരുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് അല്ലെ, ഇവരുടെ 3 പേരുടെയും മാർക്കറ്റ് ഷെയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ലെസ് ദാൻ 3% എന്നുള്ളതാണ്. ഓക്കെ, 85 സലൂൺസ് ആണ് 2ാം സ്ഥാനം വരുന്നത്. അവർ വളരെ ബേസിക് ക്ലയന്റ് എക്സ്പീരിയൻസ്, മേ ബി കട്ടിംഗ്, ഹെയർ കട്ടിംഗ് എന്ന സർവീസ് മാത്രമേ ചെയ്യുന്നുണ്ടാവൂ. തേർഡ് വൺ DK, തേർഡ് ലാർജസ്റ്റ് ചെയിൻ, 50 സലൂൺസ്. ഇവർക്ക് ഒരിക്കലും ഈ നമ്പേഴ്സിലേക്ക് ഇവർ സ്കെയിൽ ചെയ്യുന്ന അത്രയും ഈസിലി ആൻഡ് ഫാസ്റ്റ്ലി സ്കെയിൽ ചെയ്യാൻ കഴിയില്ല. കാരണം അത്രയും ലക്ഷൂറിയസ് ആയിട്ടാണ്. എല്ലാ ടൗണിലും കൊണ്ടിടാൻ കഴിയണമെന്നില്ല അല്ലെ, എല്ലാ ലൊക്കാലിറ്റിയും ഇവർക്ക് ആപ്റ്റ് ആയിരിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ ടയർ 1 സിറ്റീസിൽ മാത്രമായിരിക്കും അവർ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അതാണ് 50 സലൂൺസ് ആൻഡ് പ്രൊവൈഡ്സ് എൻ എക്സലന്റ് ക്ലയന്റ് എക്സ്പീരിയൻസ്. അപ്പൊ ബേസിക്കലി 3 കോമ്പറ്റീറ്റേഴ്സ് ആണെന്ന് പറയുമ്പോഴും ഇവരുടെ ഓപ്പറേഷൻസ് കൊണ്ട് ഇവര് ഡയറക്റ്റ് ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് അല്ല. ഇവർ കോമ്പറ്റീറ്റേഴ്സ് ആണോ? യെസ്, ദേ ആർ കോമ്പറ്റീറ്റേഴ്സ് ബിക്കോസ് ദേ ഡു ഷെയർ അല്ലെ, ദേ ഡു ഹാവ് എ പ്ലേസ് ഇൻ എ കോമൺ ഇൻഡസ്ട്രി. ഒരേ ഇൻഡസ്ട്രിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അവർ കോമ്പറ്റീറ്റേഴ്സ് ആണെന്ന് പറയാം. ഹൗവർ ഇവർ 3 പേരും കൊടുക്കുന്ന സർവീസ് ഡിഫറെന്റ് ആണ്. DK കൊടുക്കുന്നത് എക്സലന്റ് റേഞ്ചിലുള്ള സർവീസ് ആണ്, ഫുൾ റേഞ്ച് ഓഫ് സർവീസസ്. അവിടെയുള്ള എംപ്ലോയീസ് എല്ലാം ഹൈലി സ്കിൽഡ് ആൻഡ് വെരി എക്സ്പീരിയൻസ്ഡ് ആണ്, പ്രൈസ് ഹൈ ആണ്. അപ്പോ ഒരു ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആണ് ട്രിംസ് എന്ന് പറയാൻ കഴിയില്ല ഒരിക്കലും. ട്രിംസ് ആണെങ്കിൽ ബേസിക് ക്ലയന്റ് എക്സ്പീരിയൻസേ കൊടുക്കുന്നുള്ളൂ. ഹെയർ കളറിംഗ് നടക്കുമോ? ഇല്ല. അവിടെ മേ ബി ഒരു സ്മോൾ റേഞ്ച് ഓഫ് സർവീസ് മാത്രമേ ഉണ്ടാവണമെന്നുള്ളൂ.
പ്രൈസ് വളരെ ചീപ്പാണ്. അതേപോലെ തന്നെയാണ് ഹെലോ ഹെയറിന്റെ കേസും. ഹെലോ ഹെയറും കോമ്പറ്റീറ്റർ ആണെന്ന് പറയുമ്പോഴും ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആണെന്ന് പറയാൻ കഴിയില്ല ഒരു പരിധിയിൽ. കാരണം സർവീസ്, കസ്റ്റമർ സർവീസ് ഡിഫറെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലയന്റ് ബേസും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഒരു മാസ് മാർക്കറ്റിനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കും മേ ബി ബേസിക് എന്നുള്ളത്. പ്രീമിയം കസ്റ്റമേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും DKK ഉള്ളത്. ഓക്കെ, സോ ഇൻഡസ്ട്രി സെഗ്മെന്റേഷൻ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇൻഡസ്ട്രി സെഗ്മെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കുറെ കാര്യങ്ങൾ. സ്റ്റിൽ പറയാണ്, ഇൻഡസ്ട്രി സെഗ്മെന്റേഷൻ ഇസ് ബേസ്ഡ് ഓൺ കസ്റ്റമർ എക്സ്പീരിയൻസ്. പ്രൈസിന്റെ ബേസിസിൽ സെഗ്മെന്റ് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. ഇന്റീരിയേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സെഗ്മെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേപോലെ കസ്റ്റമേഴ്സിന് കിട്ടുന്ന ക്വാളിറ്റി, ആ ഒരു എക്സ്പീരിയൻസ്, കസ്റ്റമർ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തിയിരിക്കുന്നു. സെക്കൻഡ് വൺ, ഹ്യൂമൻ ക്യാപിറ്റൽ ആസ് എ സ്ട്രാറ്റജിക് അസറ്റ് എന്ന് നമ്മൾ മുകളിൽ പറഞ്ഞു. താഴേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാം ഹ്യൂമൻ ക്യാപിറ്റൽ, അതായത് എംപ്ലോയീസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കോസ്റ്റ് ഡ്രൈവർ ആണ്. 50% കോസ്റ്റ് ലീഡ് ചെയ്ത ഒരു കോസ്റ്റ് ഡ്രൈവർ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് കാണാൻ കഴിയും. ഓക്കെ, ഹ്യൂമൻ ക്യാപിറ്റൽ എന്നത് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. കാരണം ഓരോരുത്തരുടെയും സ്കിൽ സെറ്റിനനുസരിച്ച് അല്ലെ ഇവിടെ പ്രൈസിങ്ങിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. DKK എന്നുള്ളത് ഡിഫറൻസിയേഷൻ ബേസ് ചെയ്ത്, അതായത് DKK നമ്മളിപ്പോ പറഞ്ഞു പ്രീമിയം കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹെയർ കട്ടിങ്ങിന് മേ ബി ഭയങ്കര വലിയൊരു എമൗണ്ട് ചാർജ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പോയി കഴിഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ, ഇവിടെ നിങ്ങൾ എന്തിനാണ് ഇത്രയും ചാർജ് എന്ന് ചോദിക്കുന്ന പല ഇൻസ്റ്റൻസസും നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടായിട്ടുണ്ട്, റൈറ്റ് അല്ലെ? ഏതെങ്കിലും എസ്പെഷ്യലി സർവീസ് ഇൻഡസ്ട്രീസ് അവിടെ പ്രീമിയം പൊസിഷൻ ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇപ്പൊ നാളെ നിങ്ങളൊരു സർവീസ് ഇൻഡസ്ട്രിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും വെൻ വി പൊസിഷൻ അവർ സർവീസസ് ആസ് എ പ്രീമിയം തിങ്, വി ഷുഡ് കീപ് ഓൺ ജസ്റ്റിഫൈ ദാറ്റ്. അതിനുള്ള വാല്യൂസ് കൊടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ ട്രിംസിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ട്രിംസ് മാസ് മാർക്കറ്റ് ഫോക്കസ് ചെയ്ത് റൺ ചെയ്യുന്നു. ഓക്കെ, ദെൻ ഓപ്പറേഷണൽ കോസ്റ്റ് ഇംപ്ലിക്കേഷൻ ഓഫ് ലക്ഷറി പൊസിഷനിങ്. കേവലം സ്കിൽഡ് ആയിട്ടുള്ള വളരെ ഹൈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറിക്ക് ഉപരി അവിടെയുള്ള ഇന്റീരിയേഴ്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ ആ രീതിയിൽ ഓപ്പറേഷണൽ കോസ്റ്റ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ദിസ് പ്രീമിയം പൊസിഷനിങ് എന്ന് പറയുന്നതും ഹയർ ആണ്. അത് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ ഒരു പോസിറ്റീവ് കാര്യമുള്ളത് കൺസ്യൂമേഴ്സിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ ട്രെൻഡ്. നമ്മൾ ഓൾറെഡി ഒരു ഡെവലപ്ഡ് ഇക്കണോമിയിൽ ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം കൺസ്യൂമേഴ്സിന്റെ ഒരു ട്രെൻഡ് പ്രത്യേകം പറയുന്നുണ്ട്. നമുക്കൊരു ഫേവറബിൾ മാർക്കറ്റ് കണ്ടീഷൻ, ബിക്കോസ് പീപ്പിൾ nowadays want to look and feel good എന്ന രീതിയിൽ പറയുന്നു. See, in Thailand there is an increasing interest from the population to look good, to feel good. അപ്പൊ അതുകൊണ്ട് ഓവറോൾ ഇൻഡസ്ട്രിക്ക് ഒരു ഫ്യൂവൽ ആണ്. കൂടുതൽ ഹെയർ ഡ്രസ്സിംഗ് സലൂൺ ബിസിനസ്സുകൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചും DKK അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പീപ്പിൾ മേ ബി റെഡി ടു സ്പെൻഡ് മോർ എന്നുള്ളതാണ് അവിടെ എടുക്കേണ്ട കാര്യം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ എന്നൊന്ന് ക്വിക്ലി കമന്റ് ചെയ്തേ. സി എന്ന് കമന്റ് ചെയ്താൽ മതി. കിട്ടുന്നില്ല. കുറച്ചുകൂടെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ സ്റ്റിൽ കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? ഇല്ലേ, കുറച്ച് ടേംസും കാര്യങ്ങളും നമുക്ക് എക്സാമിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ ഈ ഒരു പോയിന്റിൽ പറയാണ്. വൺസ് നമ്മൾ ഈ ഒരു 3 days സെഷൻ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വീണ്ടും റിസർച്ച് നടത്തുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് സാർ ഇതിന് ഇങ്ങനെ ഒരു ആസ്പെക്ട് ഇല്ലേ, ഇങ്ങനെ ഒരു പെർസ്പെക്ടീവ് ഇതിലില്ല, ഇങ്ങനെ ഒരു പോയിന്റ് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്ലീസ് ഡു റീച്ച് ഔട്ട് ടു മീ കേട്ടോ. ഓക്കെ, ഒരിക്കലും ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒന്നും ഒരിക്കലും എൻഡ് ചെയ്യത്തേയില്ല. അതിങ്ങനെ ഡിസ്കസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു റീച്ച് ഔട്ട് ടു മീ. അടുത്തത് സ്റ്റാഫിന്റെ കാര്യമാണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റാഫ്. നമ്മൾ ഓൾറെഡി 4 ടൈപ്പ് ഓഫ് സ്റ്റാഫാണ് നമുക്കുള്ളത് എന്നുള്ളത് തുടക്കത്തിൽ കണ്ട. അപ്പൊ എന്താണ് അവരുടെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ഹെയർ ഡ്രസ്സേഴ്സ് പ്രൊവൈഡ് ഹെയർ ഡ്രസ്സിംഗ് സർവീസസ്. എത്ര വളരെ ബേസിക് ആയിട്ടാണ് എക്സാമിനർ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ there are countries in which saloon managers may not be available in a saloon. There are countries in which സലൂൺസിൽ റിസപ്ഷനിസ്റ്റ് ഇല്ലാത്ത കൺട്രീസ് ഉണ്ടാവാം. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ടാണ് ആ ഇൻഡസ്ട്രി കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അല്ലെ നമുക്ക് പെട്ടെന്ന് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നു. ഇതൊക്കെ എന്തിനാ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്? അതൊക്കെ നമുക്ക് അറിയാലോ. 4 പേരുടെ കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ പോരെ അല്ലെ? ഇപ്പൊ കൃത്യം എല്ലാവരുടെയും JD അടക്കം തന്നിട്ടുണ്ട്. സോ ഹെയർ ഡ്രസ്സേഴ്സിന് JD ഹെയർ ഡ്രസ്സിംഗ് സർവീസ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ടു ബി ട്രെയിനേഴ്സ് ഫോർ ദെയർ അസിസ്റ്റൻസ് എന്നുള്ളതാണ്. അസിസ്റ്റൻസിനെ സംബന്ധിച്ച് നാളത്തെ ഹെയർ ഡ്രസ്സേഴ്സ് ആണ് ഇവരും അല്ലെ. They may be studying at college or be working under the supervision of a hairdresser. They also wash clients' hair and perform cleaning tasks such as sweeping floors
which enables more efficient working as experienced hairdressers do not spend carrying of lower skill tasks. സർവീസ് ബേസ്ഡ് ഇൻഡസ്ട്രിയിലുള്ള ഒരു അടുത്തൊരു കാര്യമാണ്. ഓക്കെ, ഏറ്റവും കീ പേഴ്സണലിനെ ഹൈ വാല്യൂ ക്ലയൻസിലേക്കൊക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്യും എന്ന് പറയുന്നത് പോലെ ഹൈ വാല്യൂ സർവീസസ് ഡെലിവർ ചെയ്യാൻ വേണ്ടി അലോക്കേറ്റ് ചെയ്യും. ഇവിടെ ഫ്ലോർ സ്വീപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, അസിസ്റ്റൻസ് ആയിരിക്കും അതൊക്കെ ചെയ്യുന്നുണ്ടാവും. തേർഡ് വൺ, സലൂൺ മാനേജേഴ്സിലേക്ക് പോവാണ്. സലൂൺ മാനേജേഴ്സ് spend a proportion of their time managing a saloon and the remainder of their time providing hairdressing services because they have the training and experience as hairdresser. Okay, സലൂൺ മാനേജേഴ്സ് സ്മോൾ ബിസിനസ്, അതായത് 99% ബിസിനസ്സുകളും സ്മോൾ ഇൻഡിപെൻഡന്റ് ബിസിനസ് ആണ്. ആ ബിസിനസ്സിലൊക്കെ അവിടെ ഓണറും അവർ തന്നെ ആയിരിക്കും, ഹെയർ ഡ്രസ്സറും അവർ തന്നെ ആയിരിക്കും, അല്ലെ? 99% സലൂൺസും വർക്ക് ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. അതല്ലാത്ത DKK പോലെയുള്ള ബിസിനസ്സുകളിൽ യൂഷ്വലി അവിടെ ഒരു സലൂൺ മാനേജർ ഉണ്ടാവും. അയാളുടെ പ്രധാനപ്പെട്ട ജോലി എന്താ? ഹെയർ ഡ്രസ്സിംഗ് അല്ല, സലൂൺ മാനേജിങ് ആണ്. ബാക്കിയുള്ള സമയം മാത്രം അയാൾ അല്ലെ ഈ പറഞ്ഞ ഹെയർ ഡ്രസ്സിംഗിലേക്ക് ഇൻവോൾവ് ചെയ്യും. ലാസ്റ്റ് വൺ, റിസപ്ഷനിസ്റ്റ്. കാരണം അല്ലെങ്കിൽ അയാൾക്ക് കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, അതുകൊണ്ടാണ്. റിസപ്ഷനിസ്റ്റ് എല്ലാ സലൂണും ഉണ്ടാവുന്നില്ല. ദീസ് ആർ ഓൺലി എംപ്ലോയ്ഡ് ബൈ ലാർജർ സലൂൺസ് ആൻഡ് സലൂൺസ് ഓഫ് പ്രീമിയം ലെവൽസ് ഓഫ് ക്ലയന്റ് സർവീസ്. DKK ഒബ്വിയസ്ലി റിസപ്ഷനിസ്റ്റ് ഉണ്ടാവേണ്ടതാണ്. They are not trained as hairdressers. They book appointments, they greet clients, serve refreshments, take payments from them. നമ്മൾ വളരെ പ്രീമിയം സലൂൺസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കയറി വരുമ്പോഴേ വെൽക്കം ഡ്രിങ്കുകളൊക്കെ ഉണ്ടാവും, റിഫ്രഷ്മെന്റ്സ് ഉണ്ടാവും, സ്നാക്സും ഫുഡും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഓർഡർ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ അതൊക്കെ ആണ് റിസപ്ഷനിസ്റ്റിന്റെ JDയിലേക്ക് വരുന്നത്. ഓക്കെ, പിന്നെ എംപ്ലോയീസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ ട്രെയിനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ കാര്യം കൂടെ ഇവിടെ തന്നെ ആഡ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകും. Range of training routes and qualification for assistants are available in the industry, but they are not mandatory. Okay, ഒരു ഹെയർ ഡ്രസ്സർ ആവണമെങ്കിൽ വേണ്ട ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പല അതിന്റെ ലൈസൻസും കാര്യങ്ങളും അവൈലബിൾ ആണ്. പക്ഷെ അതൊന്നും മാൻഡേറ്ററി ഒന്നുമല്ല. നിങ്ങൾക്ക് സ്കില്ലുണ്ട്, ഹെയർ ഡ്രസ്സിംഗ് ചെയ്യാൻ അറിയാമെങ്കിൽ യു ക്യാൻ ബി എ ഹെയർ ഡ്രസ്സർ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇതിൽ ദിസ് ഇൻക്ലൂഡ് ഈവൻ കോളേജ് കോഴ്സസ് ലിങ്ക് ടു ഓൺ ദ ജോബ് ട്രെയിനിങ് ഇൻ സലൂൺ. ലാർജർ ചെയിൻസ് ഹാവ് ദെയർ ഓൺ ട്രെയിനിങ് അക്കാഡമീസ്. ഹലോ ഹെയറിനും ഡ്രിംസും അതേപോലെ DKK പോലെയുള്ള ഫേംസിനൊക്കെ അവരുടേതായ ട്രെയിനിങ് അക്കാഡമീസ് ഒക്കെ ഉണ്ടായേക്കാം, അല്ല ഉണ്ട് എന്ന രീതിയിൽ. പക്ഷെ DKKയുടെ കേസിൽ തന്നിരിക്കുന്ന പ്രിസീൻ ഡേറ്റ് വെച്ചിട്ട് DKKക്ക് ഒരു അക്കാഡമി ഉണ്ട് എന്ന് പറയുന്നില്ല, ട്രെയിനിങ് അക്കാഡമി ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ വലിയ വലിയ സലൂണുകൾക്ക് യൂഷ്വലി ട്രെയിനിങ് അക്കാഡമി ഉണ്ട്. അപ്പൊ നമുക്ക് ഉണ്ടാവാം കേട്ടോ, മേ ബി പ്രിസീൻ എക്സിബിറ്റ്സിലായിരിക്കും തന്നിട്ടുണ്ടാവാം, നമുക്ക് ഉണ്ടാകാം. ഓക്കെ, many hairdressers continue to develop their skills during the career. Initially cutting മാത്രം അറിയാവുന്ന ഒരാളായിരിക്കും ഓവർ ദ പീരിയഡ് കളർ ചെയ്യാൻ, സ്ട്രെയിറ്റൻ ചെയ്യാനും അല്ലെ മറ്റ് സ്കിൽ സെറ്റും ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. The training academies of the larger chains also provide CPD. ചാപ്റ്റർ 5 ഒരു സിലബസ് ഏരിയയാണ് CPD. ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ CPD യെ പറ്റി എടുത്ത് പറയുന്നുണ്ട്. CPD കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അല്ലെ? ഹെയർ ഡ്രസ്സർ ആയിട്ട് കരിയർ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്തും ഹെയർ ഡ്രസ്സിംഗിൽ തന്നെ അടുത്ത സെറ്റ് ഓഫ് സ്കിൽസും സെറ്റും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ അല്ലെ സലൂൺ ഓണേഴ്സ് കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റീസിനെയാണ് CPD എന്ന രീതിയിൽ പറയാം. അപ്പോൾ അങ്ങനെ CPD ഹെയർ ഡ്രസ്സേഴ്സ് ക്യാൻ ആക്സസ് CPD at conferences and seminars. നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു ലേണിംഗ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. ദാറ്റ് ഈസ് ദ CPD. ഓക്കെ, ACCA മെമ്പർ ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡാഷ്ബോർഡ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പുതിയതായിട്ട് വരുന്ന ഓരോ ടോപ്പിക്സിനെ പറ്റി AI ബേസ് ചെയ്തും ഡേറ്റ അനലിറ്റിക്സ് ഒക്കെ ബേസ് ചെയ്തും സൈബർ സെക്യൂരിറ്റി ബേസ് ചെയ്തും സസ്റ്റൈനബിലിറ്റി ബേസ് ചെയ്തും ESG ബേസ് ചെയ്തൊക്കെ ഒരുപാട് CPDs അവൈലബിൾ ആണ്. അതാണ് CPD കേട്ടോ, കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. ലേണിംഗ് ഇസ് നോട്ട് സ്റ്റോപ്പിംഗ് ബൈ ദിസ് എന്ന രീതിയിലാണ്. സോ ഹെയർ ഡ്രസ്സേഴ്സ് കൻ ഓൾസോ ആക്സസ് CPD at കോൺഫറൻസ് ആൻഡ് സെമിനാർ. സലൂണിൽ നിന്നുകൊണ്ടും അതേപോലെ കോൺഫറൻസുകളും സെമിനാറുകളും അറ്റൻഡ് ചെയ്തുകൊണ്ടും നമുക്ക് ആ CPD അച്ചീവ് ചെയ്യാൻ പറ്റും. These are often run or sponsored by global hair care product brands. In general, the more practical experience a hairdresser has, the more training they do, the higher will be their hairdressing skills. Okay, hairdressing competitions, both national and international, provide hairdressers with the opportunity to demonstrate their skill. ഇങ്ങനെ കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തും. മേ ബി എത്രയും കുറഞ്ഞ സമയം എടുത്തിട്ട് കട്ടിങ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെ? നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അല്ലെങ്കിൽ പല ടൈപ്സ് ഓഫ് ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കോമ്പറ്റീഷൻസ് ഒക്കെ യൂഷ്വലി വലിയ വലിയ ബ്രാൻഡുകൾ, ഹെയർ കെയർ ബ്രാൻഡുകളാണ് നടത്താറുള്ളത്. ഓക്കെ, കാരണം നമ്മുടെ അത്രയും റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ബോഡി ഒന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള
കോമ്പറ്റീഷൻ ഒക്കെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു ഹെയർ ഡ്രസ്സേഴ്സിന്റെ റെപ്യൂട്ടേഷൻ ഭയങ്കര രീതിയിൽ ബിൽഡ് ആവും. സം ഹെയർ ഡ്രസ്സേഴ്സ് യൂസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ടു ഷോക്കേസ്. നമ്മൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ട്രെൻഡിങ് ആയിരുന്നല്ലോ, മുടിയിൽ തീയൊക്കെ വെച്ചിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെ അതൊക്കെ ചിന്തിച്ചാൽ മതി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ടു ഷോക്കേസ് ദ സ്കിൽസ്, എൻഗേജ് വിത്ത് ദ ക്ലയൻസ് ആൻഡ് പ്രൊമോട്ട് ദർ സർവീസസ്. ഓക്കെ, എഗെയിൻ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എംപ്ലോയി കാപ്പബിലിറ്റി. ഇപ്പൊ നമ്മളിപ്പോ ഓൾറെഡി ഇതിപ്പോ വീണ്ടും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ DKKയുടെ കേസിൽ നമ്മൾ അത്രയും പറഞ്ഞു സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ. നമ്മൾ ഈ പറഞ്ഞ കോമ്പറ്റീഷൻ ഒക്കെ വിൻ ചെയ്തിട്ടുള്ള ഹെയർ ഡ്രസ്സേഴ്സിനെ ആയിരിക്കാം, നമ്മൾ അത്രയും റെപ്യൂട്ടേഷൻ ഒക്കെ ഉള്ള ഹെയർ ഡ്രസ്സേഴ്സിനെ ആയിരിക്കാം നമ്മൾ ചിലപ്പോൾ ഹെയർ ഡ്രസ്സർ ആയിട്ട് നമ്മുടെ സലൂണിൽ, DKKയുടെ സലൂൺസിൽ വെച്ചിട്ടുണ്ടാവുക അല്ലെ. ഓക്കെ, അപ്പൊ അവിടെ വീണ്ടും ഒരു കോർ സ്ട്രാറ്റജിക് അസറ്റ് ആണ്, നമ്മുടെ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയും. ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാനാണെങ്കിൽ, ഇപ്പൊ ഒരു ACCA കോച്ചിങ് ഇൻഡസ്ട്രിയിൽ തന്നെ ഇന്ന ഫാക്കൽറ്റി ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ക്ലാസ് എടുക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സണൽ റെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്ന ഉണ്ട്. ലൈക്ക് വൈസ് അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, ലൈക്ക് വൈസ് നമ്മളിപ്പം പലരും നമ്മൾ എന്താ പറയുക ഹെയർ കട്ടൊക്കെ ചെയ്യുന്നത് അങ്ങനെ ആരാണ് എന്റെ എന്താ പറയുക ഇവിടെ ഹെയർ കട്ട് ചെയ്യുന്ന ആരാണ്, ഹെയർ ഡ്രസ്സർ ആരാണ് എന്ന് നോക്കിയിട്ടൊന്നും ആയിരിക്കണമെന്നില്ല. പക്ഷെ ഈ ഇൻഡസ്ട്രി അങ്ങനെയാണ്, അങ്ങനെ വേണം നിങ്ങൾ ചിന്തിക്കാൻ. ഓക്കെ, സോ അടുത്തൊരു കാര്യമാണ് ഇന്റേണൽ ടാലന്റ് പൈപ്പ് ലൈൻ. ആ പൈപ്പ് ലൈൻ എന്ന ടേം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളുക. ഓക്കെ, അസിസ്റ്റൻസ് എന്ന് പറയുന്നത് നാളെ ഹെയർ ഡ്രസ്സേഴ്സ് ആവുന്നവരാണല്ലോ, അപ്പൊ അതിനെ പറയുന്നതാണ് പൈപ്പ് ലൈൻ എന്ന് വെച്ചാൽ അല്ലെ. ഒരു പൈപ്പ് ലൈനിലൂടെ അടുത്തത് ഇനി വാട്ട് ഇസ് കമ്മിങ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അസിസ്റ്റന്റ് ക്രിയേറ്റ് ലോങ് ടേം ടാലന്റ് പൈപ്പ് ലൈൻ ഫോർ ദി ഇൻഡസ്ട്രി. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ട്രെയിനി ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ നാളെ ഈ പറഞ്ഞ ഇവരെ പ്രധാനപ്പെട്ട മെയിൻ ഹെയർ ഡ്രസ്സേഴ്സ് ആക്കാം. ഓക്കെ, ട്രെയിനിങ് പീരീഡിലാണ് നമ്മുടെ ACCA കഴിയുന്ന സമയത്ത് ടാലന്റ് പൈപ്പ് ലൈൻ എന്നൊക്കെ പറയുന്ന ടേംസ് അവിടെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ, PR സെഷൻസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ദെൻ ഓപ്പറേഷണൽ എഫിഷ്യൻസി ത്രൂ ടാസ്ക് സെഗ്രിഗേഷൻ. ഓക്കെ, നമ്മളിവിടെ പറയുന്നുണ്ടായിരുന്നു അസിസ്റ്റൻസ് ആണ് ഫ്ലോർ സ്വീപ്പ് ചെയ്യാൻ പോകേണ്ടത്. ഹെയർ ഡ്രസ്സർക്ക് വേണമെങ്കിൽ സ്വീപ്പ് ചെയ്യാം, സ്വീപ്പിംഗ് എന്ന് വലിയ അങ്ങനെ ഭയങ്കര ഒരു ജോലി അല്ലെങ്കിലും അവരുടെ സമയം കുറെ കൂടെ വാല്യുബിൾ ആണ് അല്ലെ. അപ്പൊ ടാസ്ക് സെഗ്രിഗേഷൻ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ യു ക്യാൻ അച്ചീവ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. കുറെ കൂടെ ഹെയർ ഡ്രസ്സേഴ്സിന്റെ സമയം ക്ലയൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ ട്രെയിനിങ് CPD കൊടുക്കുന്നതും അതേപോലെ ട്രെയിനിങ് അക്കാഡമീസിന്റെ പ്രസൻസ് ഒക്കെ ഉള്ളത് സ്കിൽ എൻഹാൻസ്മെന്റിന് ഉള്ളതാണ്. അപ്പം നേരത്തെ പറഞ്ഞ ടാലന്റ് പൈപ്പ് ലൈനിലേക്കൊക്കെ ഉള്ള ഒരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോഷ്യൽ മീഡിയ ആസ് എ കോമ്പറ്റീറ്റീവ് ടൂൾ. ഓക്കെ, ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നിട്ട് എത്ര വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്ന് ആലോചിക്കുക. വി ഹാവ് ബീൻ ഇൻ ദ മാർക്കറ്റ് ഫോർ ഓവർ 40 years. 40 വർഷം മുന്നേ DKK സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. മേ ബി ലാസ്റ്റ് 10 yearsലേക്ക് ആയിരിക്കാം സോഷ്യൽ മീഡിയ വന്നിട്ടുള്ളത്. അതിൽ തന്നെ ലാസ്റ്റ് മേ ബി ഒരു 6-7 yearsലേക്ക് ആയിരിക്കാം അതൊരു കോമ്പറ്റീറ്റീവ് ടൂൾ ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. എന്തിനൊക്കെയാ? ഷോക്കേസ് എക്സ്പെർട്ടൈസ്, ബിൽഡിംഗ് പേഴ്സണൽ ബ്രാൻഡ്സ്, ക്ലയൻസ് ആയിട്ട് എൻഗേജ് ചെയ്യുന്ന സർവീസസ് പ്രൊമോട്ട് ചെയ്യാനും. അപ്പോൾ ബോത്ത് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റിയും അതേപോലെ റെപ്യൂട്ടേഷണൽ ഡിപ്പെൻഡൻസി റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന ഹെയർ ഡ്രസ്സർ ഇന്ന സലൂണിലാണ് DKKയുടെ കൂടെയാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഒബിയസ്ലി അതൊരു മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച ആ രീതിയിൽ ചെയ്യും. പക്ഷെ അറ്റ് ദ സെയിം ടൈം റെപ്യൂട്ടേഷണൽ ഡിപ്പെൻഡൻസി, ഒരാളുടെ റെപ്യൂട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ആയി മാറുവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ ഈ കാര്യം പല തവണ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത സമയത്ത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഒരിക്കലും പീപ്പിൾ ഓറിയന്റഡ് ആയി മാറരുത് ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ സൈഡല്ല ഞാൻ പറയുന്നത്, സർവീസ് ബിസിനസ്സിൽ. ഓക്കെ, ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചർ എന്ന രീതിയിലുള്ള എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒന്ന് ആലോചിക്കുക നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം. ഓക്കെ, അവിടെ ബ്രാൻഡിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സിമിലർലി ഇവിടെ DKKയുടെ കേസിൽ DKK എങ്ങനെ ഗ്രോ ചെയ്യാം എന്നായിരിക്കണം നിങ്ങൾ തിങ്ക് ചെയ്യാവുള്ളൂ. അല്ലാതെ ഒരിക്കലും ഹെയർ ഡ്രസ്സർ എത്ര വലിയ സംഭവമാണെങ്കിലും റീറ്റെയിൻ ചെയ്യാൻ നോക്കാം, പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ റെപ്യൂട്ടേഷണൽ ഡിപ്പെൻഡൻസി റിസ്കിലേക്ക് പോകുന്ന ഒരു സിനാരിയോ പാടില്ല. നെക്സ്റ്റ് വൺ, പൊട്ടൻഷ്യൽ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് അഡ്വാൻറ്റേജ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ ഡ്രസ്സിംഗ് റോളിൽ നിന്നൊക്കെ പ്രൊമോട്ട് ചെയ്തവരായിരിക്കാം സ്വാഭാവികമായിട്ട് ഒരു സലൂൺ മാനേജർ, കാരണം അയാൾക്ക് എല്ലാ ആസ്പെക്ടും കാര്യങ്ങളൊക്കെ അയാളുടെ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഒരു ചാപ്റ്റർ നമ്പർ 5 നമ്മൾ പഠിച്ചതാണ് ലീഡർഷിപ്പ് ഓറിയന്റഡ് ആയിട്ട് സിനാരിയോ വരുന്നുണ്ട്. CPDയുടെ കാര്യവും അതേപോലെ ഇവിടെ ആണെങ്കിലും സലൂൺ മാനേജേഴ്സ് ആവുന്ന ആ ഒരു ലീഡർഷിപ്പ് ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അവിടെ സംഭവിക്കാവുന്ന പ്രശ്നം, ഇന്നത്തെ ഹെയർ ഡ്രസ്സേഴ്സ് ആയിരിക്കാം പ്രോബ്ലി നാളെ സലൂൺ മാനേജേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ബിസിനസ് മാനേജ്മെന്റ് കാപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അല്ലെ.
ഹൗ സ്ട്രോങ് ടെക്നിക്കൽ സ്കിൽസ് ഉള്ളവർ ആളുകളൊന്നും ദേ മെ നോട്ട് ഓൾവേസ് ട്രാൻസ്ലേറ്റ് ഇൻ ടു സ്ട്രോങ് ബിസിനസ് മാനേജർ കാപ്പബിലിറ്റി. ബിസിനസ് മാനേജ്മെന്റിന് ഫൈനാൻഷ്യൽ ലിറ്ററസി ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഇൻവെന്ററി എന്താണെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടേംസും കാര്യങ്ങളും പഠിച്ച് നമ്പേഴ്സ് എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് ഫൈനാൻസ് കഴിച്ചത് അല്ലെ. അപ്പൊ സലൂൺ മാനേജറിനെ സംബന്ധിച്ച് ആ രീതിയിൽ ഉള്ള കവറിംഗ് ഇപ്പൊ ഒന്നും ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല. നെക്സ്റ്റ് വൺ, സർവീസസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയാൻ ഈ ഇൻഡസ്ട്രിയിൽ ആകെപ്പാട് അവൈലബിൾ ആയിട്ടുള്ള സർവീസസ് ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. വാഷിംഗ് എന്താണെന്ന് പറയുന്നുണ്ട്. വാഷിംഗ് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കട്ടിംഗ് പറയുന്നുണ്ട്. ഓക്കെ, അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പേമിംഗ് എന്ന് പറയുന്നത് കെമിക്കൽസ് ഉപയോഗിച്ച് കേൾസ് ഇടുന്നതിനെയാണ് പേമിംഗ് എന്ന് പറയും. ഓക്കെ, മേ ബി നമ്മൾ ആരും ആ ടേം ഒന്നും ഉപയോഗിക്കുന്നുണ്ടാവില്ല. നമ്മൾ കേളിയ എന്നൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനാണ് പേമിംഗ് എന്ന് പറയാം. സോ കേളിംഗ് അല്ല യൂസ് ചെയ്യുന്നത്, പേമിംഗ് എന്ന ടേം തന്നെ യൂസ് ചെയ്യുക. കളറിംഗ് നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു ടേം ആണ് അല്ലെ. ദെൻ സ്ട്രെയിറ്റനിങ് യൂസ് ചെയ്യാറുള്ളതാണ്. ഗ്രൂമിംഗ്, ഷേവിംഗ് ബിയർഡ്, സ്ട്രിക് ട്രിമ്മിങ്. ഓക്കെ, ഗ്രൂമിംഗും നമ്മൾ പറയാറുള്ള ടേംസ്. അപ്പോൾ ദീസ് ആർ ദ സർവീസസ് അവൈലബിൾ. ഈ എല്ലാ സർവീസസും ചിലപ്പോൾ ട്രിംസ് ചെയ്യുന്നുണ്ടാവും. ട്രിംസ് ഏതൊക്കെ സർവീസസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. ബേസിക് ലെവൽ ഓഫ് സർവീസസ് എന്ന് പറഞ്ഞിട്ടൊന്നും എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, ഡി കെയുടെ കേസിൽ ഇതെല്ലാം ഉണ്ടാവും. കാരണം ഡി കെ ഒരു എക്സലന്റ് ഇതിൽ വരുന്നതാണ് അല്ലെ. പ്രീമിയം എല്ലാ സർവീസസും ഉണ്ട് എന്ന രീതിയിൽ പറയാം. ഇനി സർവീസസ് ആർ ഓഫൺ കമ്പൈൻഡ്. അതായത് ഒരു ക്ലയന്റ് വന്നിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളൊക്കെ ചെന്നിട്ടാണല്ലോ കട്ടിങ് ചെയ്യും, അത് കഴിഞ്ഞ് ഗ്രൂവിങ് ചെയ്യും എന്ന് പറയുന്ന പോലെ ഇനി ഗേൾസ്, ഞാൻ ക്വസ്റ്റ്യൻ കണ്ട സമയത്ത് ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ്. അതായത് ഗേൾസിന് കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രി ആയിരിക്കും. കാരണം സലൂൺസിലൊക്കെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കും. ബിക്കോസ് പ്രോബബ്ലി കുറച്ചുകൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതായതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയേക്കാം. ഓക്കെ, സോ ക്ലയന്റ് മേ ഹാവ് ദ ഹെയർ വാഷ്ഡ് ആൻഡ് കട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു സർവീസിന് വേണ്ടിയിട്ടായിരിക്കും കയറി പോകുന്നത്. അവർ പറയുമ്പോൾ അന്ന് അതുകൂടെ ചെയ്തു എങ്കിൽ ഇതുകൂടെ ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരിക്കും ചെയ്തത്. അപ്പോൾ അതാണ് കമ്പൈൻ ചെയ്ത സർവീസസ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ക്ലയൻസ് യൂഷ്വലി ബുക്ക് അപ്പോയിന്റ്മെന്റ്സ് ഫോർ സർവീസസ് ഇൻ അഡ്വാൻസ് ആൻഡ് പേ ഫോർ സർവീസസ് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. ഒരു ഡെവലപ്ഡ് ഇക്കണോമിയിൽ ഇതൊക്കെ കുറെ നടക്കത്തുള്ളൂ. ഓക്കെ, ഒരിക്കലും ഒരു ഇൻഡിപെൻഡന്റ് സ്മോൾ ഇൻഡിപെൻഡന്റ് സലൂണിൽ അത് നടക്കണമെന്നില്ല. അപ്പൊ യൂഷ്വലി ഡി കെ പോലുള്ള ഇൻഡസ്ട്രിയുടെ കാര്യം പറയുന്നത് ക്ലയൻസ് യൂഷ്വലി ബുക്ക് അപ്പോയിന്റ്മെന്റ് ഫോർ സർവീസസ് ഇൻ അഡ്വാൻസ് ആൻഡ് പേ ഫോർ സർവീസസ് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. നേരത്തെ വിളിച്ചു പറയും, ഓവർ ഫോൺ ഓർ ഇൻ പേഴ്സൺ. സം സലൂൺ സ്പെഷ്യലൈസ്ഡ് ഇൻ പെർട്ടിക്കുലർ സർവീസസ് സച്ച് ആസ് ഗ്രൂമിംഗ്. ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങ് റിലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. അതായത് ചില സലൂണിൽ ഗ്രൂമിംഗ് മാത്രമേ ഉണ്ടാവൂ, ഇവിടെ വാഷിംഗ് ഇല്ല അല്ലെങ്കിൽ ഇവിടെ സ്ട്രൈറ്റിംഗ് ഒന്നും ഇല്ല, നമ്മൾ ഗ്രൂമിംഗ് മാത്രമേ ചെയ്യൂ. Services offered will also be impacted by the demographics of the local population. For example, younger clients often want to experiment with color, and so there are several salons specializing in coloring major cities where many young people live. ഡീമോഗ്രഫിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആ ടേം ഒക്കെ യൂസ് ചെയ്യുന്ന ഡീമോഗ്രഫിക്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയാണ്. ഓക്കെ, ഏറ്റവും യങ്ങർ ഓഡിയൻസ് ഉള്ള യങ്ങർ ഡീമോഗ്രഫിക്സ് ഉള്ള ലൊക്കാലിറ്റീസിൽ, അങ്ങനെയുള്ള സിറ്റീസിൽ കൂടുതലും എല്ലാ സർവീസസ് ഉള്ള കളറിംഗ് പോലെയുള്ള സർവീസസ് ഉള്ള സലൂൺസ് ഓപ്പൺ ചെയ്യാൻ സലൂൺ ഓണേഴ്സ് ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, സ്മോൾ സിംഗിൾ സലൂൺ ബിസിനസ്സസ് ആൻഡ് ലോക്കൽ ചെയിൻസ് ടെൻഡ് ടു ബി ഓപ്പൺ 5 days a week between 9 and 5. രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് 5 മണിക്ക്. 5 മണി എന്നുള്ളതാണ് 1700 എന്നുള്ളത്. ഒരു ഡെവലപ്ഡ് ഇക്കണോമി ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിൽ സ്റ്റാൻഡേർഡ് അവേഴ്സും കാര്യങ്ങളും അത് നമ്മളെ സംബന്ധിച്ച് റിലേറ്റബിൾ ആയിരിക്കുന്നില്ല. ബിക്കോസ് ഇന്ത്യയിലൊക്കെ എത്രയോ അവേഴ്സ് ആണ്, അതിലും കൂടുതൽ സലൂൺസ് ആണെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെ. സർവീസ് ബേസ്ഡ് ബിസിനസ് എല്ലാം തന്നെ. Regional and national chains often have larger saloons, and so more staff and may open their saloon 6 days a week or for longer hours. Regional chains ഉം നാഷണൽ ചെയിൻസും ഒരു കൺട്രിയിലല്ല മൾട്ടിപ്പിൾ കൺട്രീസിൽ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ഓവർഹെഡ്സ് അവർക്ക് കവർ അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടതുണ്ടാവാം. 6 ഡേയ്സിലേക്ക് ഓപ്പൺ ആയിരിക്കാം. എനിവേ സ്മോൾ ബിസിനസ് 5 ഡേയ്സിൽ ഓപ്പൺ ആയിട്ടുള്ളൂ. In most salons, all hairdressers perform all services offered. However, in larger saloon, individual hairdressers often specialize in cutting or coloring. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ. മിക്ക സലൂൺസിലും എല്ലാ സർവീസസും തന്നെ ഓഫർ ചെയ്യപ്പെടാറുണ്ട്. പക്ഷെ ലാർജസ്റ്റ് സലൂൺസിൽ അവിടെ അതിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു വലിയൊരു സലൂണിൽ നിങ്ങൾ കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാ സർവീസും ഉണ്ടാവും. പക്ഷെ അവിടെ കട്ടിങ്ങിന് വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ഡ്രസ്സർ ഉണ്ടാവും, കളറിംഗ് ചെയ്യുന്ന വേറൊരു സ്റ്റാഫ് ഉണ്ടാവും. ആ രീതിയിലാണ്. Hairdressing business derive on average 95% of revenue from providing hairdressing service. ഇവരുടെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ കുറെ സ്റ്റെപ്സ് ഉണ്ടല്ലോ, ഏതാ കട്ടിങ്, വാഷിംഗ്, ഈ പറഞ്ഞ സർവീസ് ചെയ്ത് കിട്ടുന്ന വരുമാനമാണ് 95% ഓഫ് റവന്യൂ. വേറെ ഇപ്പൊ എന്താ അവിടെ റവന്യൂ വരേണ്ടത്?
ബാക്കി 5% എന്ന് പറയുന്നത് ഹെയർ കെയർ പ്രോഡക്ട്സ്, ഷാംപൂസും കണ്ടീഷണേഴ്സും അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് ഒക്കെ, ഹെയർ ഡ്രയേഴ്സും ബ്രഷസ് ഒക്കെ സെല്ല് ചെയ്ത് കിട്ടുന്ന റവന്യൂ ആണ്. നമ്മുടെ ഇന്ത്യൻ സിനാരിയോയിലൊന്നും അതായിരിക്കണമെന്നില്ല. ഒരിക്കലും 5% ഒന്നും ഇല്ല ഇന്ത്യൻ സിനാരിയോയിൽ, അതിലും എത്രയോ കുറവായിരിക്കും. These retail products are only available in hairdressing salons. They're frequently marketed as professional hair drying use only and hence attract a price premium. ഒരു എക്സാമ്പിൾ നമ്മൾ ഡൈസന്റെ കേസ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം അല്ലെ. ഡൈസൺ ഒക്കെ ഒരു പ്രോഡക്റ്റിന് പറയുന്ന പ്രീമിയം പ്രൈസിങ് ആണ് അല്ലെ. ഒരു ഹെയർ ഡ്രയർ ആയിട്ട് ഹെയർ ഡ്രയറും ബ്രഷസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഹെയർ കെയർ പ്രോഡക്ട്സ് സോൾഡ് ഇൻ സലൂൺസ് ആർ ഓൾസോ യൂസ്ഡ് ഓൺ ക്ലയൻസ് ഇൻ സലൂൺ and businesses use a variety of techniques to increase retail sales. These include in-store and salon window displays. ഓക്കെ, ഇങ്ങനെയാണ്. അതായത് നമ്മളൊരു ഷോപ്പിൽ കട്ടിങ്ങിന് വേണ്ടി വന്നായിരിക്കും, പക്ഷെ ഷാംപൂ, ജെല്ല്, കാര്യങ്ങൾ, ഹെയർ ജെൽ, ഹെയർ കെയർ പ്രോഡക്ട്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. പ്ലസ് ഓൾസോ പേയിങ് കമ്മീഷൻ ടു ഹെയർ ഡ്രസ്സേഴ്സ് ഹു റെക്കമെൻഡ് ദ പ്രോഡക്ട്സ് ടു ക്ലയന്റ് ആൻഡ് ഗിവിംഗ് സാമ്പിൾസ് ടു പ്രൊഡക്റ്റ് ടു ക്ലയന്റ്. പലർക്കും ഇത് റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം. നമ്മളോട് വളരെ കാര്യമായിട്ട് നിങ്ങളുടെ മുടിക്ക് ഇതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള പല പ്രോഡക്ട്സ് ഉണ്ടാവും. ഒബ്വിയസ്ലി ദേ ഗെറ്റ് കമ്മീഷൻസ് അല്ലെ. ആ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നതിലൂടെ അങ്ങനെയാണ് സെയിൽസ് വർക്ക് ആവും. ദാറ്റ് ഇസ് ദ സിസ്റ്റം ദേ ഹാവ് ഡെവലപ്പ്, ദാറ്റ് ഇസ് എ സ്ട്രക്ചർ അല്ലെ. ആ ഒരു ബിസിനസ് നടക്കുവാനുള്ള ഒരു സ്ട്രക്ചറാണ് അല്ലെ. അതിനങ്ങനെ മോശമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ബ്രോഡ് സർവീസ് പോർട്ട്ഫോളിയോ സപ്പോർട്ട് റവന്യൂ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഓൾറെഡി പല സർവീസസ് മെൻഷൻ ചെയ്തു. കട്ടിങ്, വാഷിങ്, അത് ഇതെന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തു. കട്ടിങ് മാത്രമല്ല ഉള്ളത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിസ്ക് എന്ന ചാപ്റ്റർ പഠിച്ച സമയത്ത് പഠിച്ചതാണ്. ഒരു സിംഗിൾ പ്രോഡക്റ്റോ ഒരു സിംഗിൾ സർവീസോ ഉള്ള സമയത്താണ് റിസ്ക് കൂടുതൽ അല്ലെ. നമുക്കിവിടെ പല സർവീസസ് ഉണ്ട്. ഇൻ കേസ് ഹെയർ കളറിംഗ് പ്രോഡക്ട്സിന്റെ ഒക്കെ പ്രൈസ് കൂടിയാലും സ്റ്റിൽ സലൂൺസിൽ ആളുകൾ വരും, എനിക്ക് ഹെയർ കട്ടിങ് എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ ഒബ്വിയസ്ലി ഗുഡ്. ഇനി അടുത്ത ഹെയർ കളറിംഗിലൊക്കെ കെമിക്കൽസ് ഉപയോഗിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കെമിക്കൽ ബേസ്ഡ് സർവീസസ് ആയതുകൊണ്ട് ഓപ്പറേഷണൽ റിസ്ക് കൂടും, അല്ലെങ്കിൽ റെഗുലേറ്ററി റിസ്ക് കൂടും. ഓക്കെ, കാരണം എന്താ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഒബ്ലിഗേഷൻസ് ഉണ്ടാവും, അലർജി ടെസ്റ്റിംഗ് റിക്വയർമെന്റ്സ് വന്നേക്കാം, പിന്നെ ഈ പറഞ്ഞ ബോട്ടിൽസ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്നതിന്റെ കൺസേൺസ് ഉണ്ടാവാം. കസ്റ്റമേഴ്സിന്റെ റെപ്യൂട്ടേഷൻ, എന്റെ മുടിയൊക്കെ പോയി കുറച്ച് ഒരു 10 years ബാക്ക്, മേ ബി നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ദുലേഖ എന്നൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, വിച്ച് വാസ്, ഇപ്പോഴും ഉണ്ട്, വളരെ എന്താ പറയാ, സാധാരണ ഒരു മോസൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ വന്നൊരു ബ്രാൻഡാണ്. ഓക്കെ, സോ ഭയങ്കര മാസീവ് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളായിട്ട് എല്ലാവരും ഈ പറഞ്ഞ ഓയിൽ യൂസ് ചെയ്യാനൊക്കെ തുടങ്ങി. ഭയങ്കര മാസീവ് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, ആൻഡ് അത് നല്ല പോസിറ്റീവ് കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ആ സ്കെയിലിംഗ് അവിടെ നടന്നതുകൊണ്ട് ദേ വർ ഏബിൾ ടു സെൽ ദറ്റ് ബ്രാൻഡ് ഫോർ അറൌണ്ട് 300+ 300 കോടി രൂപയ്ക്ക് ആണത് HUL ആണെന്ന് തോന്നുന്നു അക്വയർ ചെയ്തത്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് വിറ്റു. ഇന്നത് HULന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞതുപോലെ കോസ്മെറ്റിക് സെഗ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് എത്രയോ മാസീവ്ലി സ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു സെഗ്മെന്റ് കൂടെയാണ്. എനിവേ, അത് നമ്മുടെ ടോപ്പിക് അതല്ല. എനിവേ, അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ റിസ്ക് പ്രോപ്പർലി മാനേജ് ചെയ്യില്ല. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അലർജിക് റിയാക്ഷൻസ് ഒക്കെ വരുന്ന കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത് ഒബ്വിയസ്ലി ദിസ് കുഡ് ലീഡ് ടു ലീഗൽ ക്ലെയിംസ് ആൻഡ് ഡാമേജ് ടു ബ്രാൻഡ് റെപ്യൂട്ടേഷൻ. അതിന്റെയും ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ സർവീസ് ബണ്ട്ലിംഗ് ഇൻക്രീസസ് റവന്യൂ പെർ കസ്റ്റമർ. നമുക്ക് ഓൾറെഡി കുറച്ച് KPIs ഒക്കെ തന്നിട്ടുണ്ട്. അതിൽ ഇല്ലാത്തൊരു KPI ആണ് സ്റ്റിൽ റവന്യൂ പെർ കസ്റ്റമർ എന്നുള്ളത് എപ്പോഴും ഒരു ഇമ്പോർട്ടന്റ് KPI ആണ്. ഒരു കസ്റ്റമർ വന്നിട്ട് ആവറേജ് എത്ര രൂപ ഒരു സലൂണിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് അയാൾ പോകുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു KPI ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, സോ കട്ടിങ്ങിന് വന്ന ആളെ കൊണ്ട് എന്താ പറയാ, ഗ്രൂമിങ് ചെയ്യിക്കുക അല്ലെങ്കിൽ കളറിങ് ചെയ്യിക്കുക എന്നുള്ളത് ഹെയർ ഡ്രസ്സേഴ്സിന്റെ ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, നോർമൽ ഒരു ഹെയർ കട്ടിങ്ങിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ അത്രയും പുഷ് ചെയ്യണമെന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ, DKK അല്ലെങ്കിൽ ഹെലോ ഹെയർ പോലെയുള്ള ബ്രാൻഡുകളിൽ പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇത് സംഭവിക്കും. ദേ മൈറ്റ് ബി വെൽ ട്രെയിൻ ഫോർ ദാറ്റ് സെയിൽസി തിങ് ആസ് വെൽ. ഓക്കെ, അപ്സെല്ല് ചെയ്യാന്നുള്ളത് പറയും. ഓക്കെ, അപ്പോൾ സിൻസ് കസ്റ്റമേഴ്സ് ട്രസ്റ്റ് ഹെയർ ഡ്രസ്സേഴ്സ് റെക്കമെൻഡേഷൻ, സ്ട്രോങ് ക്ലയന്റ് റിലേഷൻഷിപ്പ് ക്യാൻ സിഗ്നിഫിക്കന്റ്ലി ഇൻഫ്ലുവൻസ് റിപ്പീറ്റ് പർച്ചേസസ് ആൻഡ് പ്രൊഡക്ട് സെയിൽസ്. അല്ലെ, കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ. എനിവേ, നെക്സ്റ്റ് വൺ, എക്സ്റ്റെൻഡഡ് ഓപ്പറേറ്റിംഗ് അവേഴ്സ് ഇൻക്രീസ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. ഈവൻ ദോ 9 to 5 എന്ന ജോബ് എന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും എക്സ്റ്റെൻഡഡ് ഓപ്പറേറ്റിംഗ് അവേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ, നമ്മൾ ഓൾറെഡി റെന്റിന് എടുത്തൊരു സലൂൺ ഇട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്പേസ് നമുക്ക് ഒരു ഫിക്സഡ് ആയിട്ട് നമ്മൾ സാലറി കൊടുക്കുന്ന ഒരു എംപ്ലോയി ഉണ്ടെങ്കിൽ ആളെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവേഴ്സ് കൂടുതൽ യൂസ് ചെയ്യാം. പക്ഷെ അവേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് വേരിയബിൾ കോസ്റ്റും അല്ലെങ്കിൽ ഓപ്പറേഷണൽ കോംപ്ലക്സിറ്റി കൊണ്ടേക്കാം.
ഓക്കെ, സ്റ്റാഫിംഗ് കോസ്റ്റ് കാര്യങ്ങളും കൂടും. ഓപ്പറേഷണൽ കോംപ്ലക്സിറ്റി എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ വളരെ ലേറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഉള്ള അതിൻ്റെതായ ഓപ്പറേഷൻസ് ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. എല്ലാ ഹെയർ ഡ്രസ്സേഴ്സും അവൈലബിൾ ആയിരിക്കണമെന്നില്ല. ഓക്കെ, നമ്പർ ഓഫ് 9 to 5 എല്ലാ ഹെയർ ഡ്രസ്സേഴ്സും അവൈലബിൾ ആയിരിക്കും. ആഫ്റ്റർ 5 മേ ബി എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ടായേക്കാം. ദെൻ ഹെവി ഡിപ്പെൻഡൻസ് ഓൺ സർവീസ് റവന്യൂ. നമ്മൾ ശരിക്കും സർവീസ് ബേസ്ഡ് ബിസിനസ് ആണെന്ന് പറഞ്ഞിരുന്നു. 95% ഓഫ് നമ്മുടെ ബിസിനസ്, നമ്മുടെ റവന്യൂ വരുന്ന സർവീസിൽ നിന്നാണ്. ബാക്കി 5% വരുന്നത് ഹെയർ കെയർ പ്രോഡക്ട്സ് സെല് ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഒബ്വിയസ്ലി ഏതാ നല്ലത്? സർവീസിലൂടെ റവന്യൂ ഉണ്ടാക്കുന്നതാണോ? ഏതാ ഈസി? പ്രോഡക്ട്സിലൂടെ റവന്യൂ ഉണ്ടാക്കുന്നതാണോ? ഏതാണ് ഈസി? ഏതാ ഈസി? എപ്പോഴും പ്രോഡക്ട്സിലൂടെ റവന്യൂ ഉണ്ടാക്കുന്നതാണ്. കാരണം പ്രോഡക്ട്സ് ഓൾറെഡി, പിന്നെ അവിടെ ഒരു ഹ്യൂമൻ എഫേർട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ. പ്രോഡക്ട്സിലൂടെ റവന്യൂ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഒബ്വിയസ്ലി ഈസി. ഓക്കെ, അപ്പോ ഇവിടെ നമ്മുടെ കേസിൽ നമ്മൾ ഇപ്പോഴും ഹെയർ ഡ്രസ്സിംഗ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് നമുക്ക് ഫുൾ അങ്ങനെ പ്രോഡക്റ്റ് ബേസ്ഡ് ആക്കാനൊന്നും പറ്റില്ല. ബട്ട് സ്റ്റിൽ മെജോറിറ്റി ഓഫ് അവർ റവന്യൂ സ്റ്റിൽ കം ഫ്രം ഹെയർ ഡ്രസ്സിംഗ് സർവീസസ്. ഇത് നേരെ കുറച്ച് വെയിറ്റേജ് നമ്മുടെ പ്രോഡക്ട്സിന് കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. മേ ബി ഒരു 80-20 എന്ന രീതിയിലോ അല്ലെങ്കിൽ 90-10 എന്നുള്ള രീതിയിലോ വന്നു കഴിഞ്ഞാൽ തന്നെ വളരെ നല്ലതാണ്. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. കാരണം മാർജിൻസും അവിടെയാണ് കൂടുതൽ മുന്നോട്ട് പോകുന്ന സമയത്ത് കാണാം. ഓക്കെ, ദ റീറ്റെയിൽ പ്രോഡക്റ്റ് റെപ്രസെന്റ് ഹൈ മാർജിൻ റവന്യൂ ഓപ്പർച്യൂണിറ്റി. പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ, അപ്സെല്ലിംഗ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓൾസോ റീറ്റെയിൽ ഇപ്പൊ 5% ഉള്ളെങ്കിലും ഇതിനാണ് പ്രീമിയം പ്രൈസിങ്ങും ഹയർ മാർജിൻസും ഉള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ വെയിറ്റേജ് കൂട്ടുക. നമ്മൾ CVP അനാലിസിസ് ഒക്കെ പഠിച്ചു കൊടുക്കുന്നില്ലേ? CS റേഷ്യോ കൂടുതലുള്ള പ്രോഡക്ട്സിനെ വിൽക്കുമ്പോഴാണ് പ്രോഫിറ്റ് വളരെ എളുപ്പത്തിൽ കൂടുക. ബ്രേക്ക് ഈവൻ യൂണിറ്റ്സിന്റെ നമ്പർ കുറയുക. അതായത് കുറച്ച് യൂണിറ്റ്സ് വിൽക്കുമ്പോൾ തന്നെ നമ്മൾ ബ്രേക്ക് ഈവൻ ആവും. കാരണം ഹയർ മാർജിൻസ് ഉണ്ട്, ഹയർ CS റേഷ്യോസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ CS റേഷ്യോ ഒക്കെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരാൻ കേട്ടോ. കാരണം PML കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ബ്രേക്ക് ഈവൻ നമ്മൾ പഠിച്ചതാണ്, സിലബസിൽ ഇൻക്ലൂഡ് ആണ്. ഓക്കെ, എനിവേ നെക്സ്റ്റ് വൺ, പ്രൈസിങ് ആൻഡ് കോസ്റ്റ്. പ്രൈസസ് സർവീസ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഒരു സർവീസ് പെർഫോം ചെയ്യാൻ എടുക്കുന്ന ടൈമിനനുസരിച്ചായിരിക്കും സർവീസ് ഉണ്ടാവും. പ്രൈസ് ഫോർ കട്ടിംഗ് ഹെയർ ഇസ് ദാറ്റ് യൂഷ്വലി ലെസ് ദാൻ പ്രൈസ് ഫോർ കളറിംഗ്. കളറിങ്ങിന് കൂടുതൽ സമയം എടുക്കും, കട്ടിങ്ങിന് അത്രയും സമയം എടുക്കില്ല. അതുകൊണ്ട് തന്നെ കളറിങ്ങിനേക്കാളും കുറഞ്ഞ പ്രൈസ് ആയിരിക്കും ഹെയർ കട്ടിങ്ങിന് ഉണ്ടാവും. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം, എവിഡന്റ് ആണ്. Prices for a particular service in salon will also vary depending on the length of client's hair. കളറിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് വ്യത്യാസം വരും അല്ലെ, ജോലി കൂടും. ആൻഡ് ദ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദ ഹെയർ ഡ്രസ്സർ. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ അല്ലെ അങ്ങനെയുള്ള സ്കിൽസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള ഹെയർ ഡ്രസ്സറെ സംബന്ധിച്ച് അയാൾ ആ ഒരു കുറച്ചുകൂടെ പ്രീമിയത്തിലായിരിക്കും അയാൾ ചാർജ് ചെയ്യുന്നുണ്ടാവും. ആ രീതിയിലും പ്രൈസസ് വ്യത്യാസം വരാം. ബിസിനസ്സസ് ക്യാൻ ചാർജ് പ്രീമിയം പ്രൈസസ് ഫോർ ദ സർവീസസ് ഓഫ് ഹെയർ ഡ്രസ്സേഴ്സ് ഹു ആർ ഹൈലി സ്കിൽഡ്, ഫോർ എ ലാർജ് സോഷ്യൽ മീഡിയ ഫോളോയിങ്. അങ്ങനെയൊക്കെയാണ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതൊരു തെറ്റല്ല, ഒന്നും ഒരു തെറ്റല്ല, അത് അങ്ങനെയാണ്. ഓക്കെ, സോഷ്യൽ മീഡിയ ഫോളോയിങ് ഉള്ളതുകൊണ്ടോ ഹു വിൻ നാഷണൽ ഓർ ഇന്റർനാഷണൽ ഹെയർ ഡ്രസ്സിംഗ് കോമ്പറ്റീഷനോ അങ്ങനെയുള്ള ബിസിനസ്സുകളായിരിക്കും പ്രീമിയം പ്രൈസിങ് ഉണ്ടാവുക. ചിലപ്പോൾ നമ്മളുടെ തിങ്കിങ് ലെവൽ വെച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മുടിവെട്ടി വന്നാൽ പോരെ എന്നായിരിക്കും പറയുന്നുണ്ടാവുക. നമ്മുടെ പാരന്റ്സ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പറയാം. ഗ്രാൻഡ് പാരന്റ്സ് അതിലും എളുപ്പത്തിൽ അതായിരിക്കും പറയും, മുടിവെട്ടിയാൽ പോരെ എന്ന രീതിയിലായിരിക്കും പറയുന്നുണ്ടാവും. പക്ഷെ ദിസ് ഇസ് ഹൗ ബിസിനസ് ഷുഡ് സ്ട്രക്ചർ. ഇനി മെനി സലൂൺസ് ഓഫർ ഡിസ്കൗണ്ടഡ് പ്രൈസസ് ഫോർ സ്റ്റുഡൻസ് ആൻഡ് ഓൾഡർ പീപ്പിൾ അറ്റ് സെർട്ടൻ ടൈംസ് ഓഫ് ദി ഇയർ. നമ്മൾ മദേഴ്സ് ഡേക്ക് സ്പെഷ്യാലിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ ഒക്കെ സ്പെഷ്യൽ ഡേയ്സിൽ സ്പെഷ്യൽ ടൈമിലൊക്കെ ഇങ്ങനെ ഡിസ്കൗണ്ട് പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. യൂഷ്വലി ഇത് ചെയ്യാറുള്ളത് ഡിമാൻഡ് ഫോർ അപ്പോയിന്റ്മെന്റ്സ് ലോ ആകുമ്പോഴാണ്. നമ്മൾ ലാസ്റ്റ് ചെയ്ത ലെവലിന്റെ ക്വസ്റ്റ്യനിൽ പീക്ക് സീസൺ ഉണ്ട്, ഓഫ് പീക്ക് സീസൺസ് ഉണ്ടായിരുന്നു അല്ലെ. കഴിഞ്ഞ ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ അതിൽ ഓഫ് പീക്ക് സീസണിലാണ് ഒക്കുപ്പൻസി കൂട്ടാൻ വേണ്ടിയിട്ട് പ്രൈസ് കുറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇനി കോസ്റ്റ് ഓഫ് ലേബർ ഇസ് എ പ്രിൻസിപ്പൽ വേരിയബിൾ കോസ്റ്റ് ഇൻ ഡെലിവറി. ഹെയർ ഡ്രസ്സിംഗ് സർവീസ് ഡെലിവറിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കോസ്റ്റ് ഓഫ് ലേബർ ആണ്. കാരണം ദിസ് ഇസ് ഓൾമോസ്റ്റ് അറൌണ്ട് 50% ഓഫ് ദ റവന്യൂ. The margin on different services depends on the proportion of the time taken to perform a service which involve a hairdresser. Cutting and grooming services are low margin. കാരണം കട്ടിങ് ചെയ്യുമ്പോഴും ഗ്രൂമിങ് ചെയ്യുമ്പോഴും ഹെയർ ഡ്രസ്സർ ഫുൾ ടൈം ഇൻവോൾവ് ആണ്. എന്നാൽ കളറിങ് ചെയ്യുന്ന സമയത്തോ പെർമിങ് ചെയ്യുന്ന സമയത്തോ അത് കുറെ കൂടെ ഹൈ മാർജിൻ ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ അല്ലെ, കളറൊക്കെ അടിച്ചു വെച്ചിട്ട് കുറച്ച് നേരത്തേക്ക് ബാക്കി ക്ലയൻസിനൊക്കെ നോക്കിയിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരുന്നുണ്ടാവും വാഷ് ചെയ്യാനൊക്കെ. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. ഹെയർ ഡ്രസ്സർ ക്യാൻ ദെർഫോർ ഡീൽ വിത്ത് അനദർ ക്ലയന്റ്. അതുകൊണ്ട് തന്നെ അവിടെ മാർജിൻ കൂടുതലാണ്. അത്രയും ടൈം ക്ലയന്റിന് സ്പെൻഡ് ചെയ്യുന്നില്ല, എന്നാൽ ക്ലയന്റ് അവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ ചാർജ് ഹൈ.
Variable cost of delivering hairdressing services also include cost of product used on the client's hair, shampoo, chemicals, and so on, and the water used to wash client's hair. വാട്ടർ ഇൻ കീലാൻഡ് ഈസ് ചാർജ്. നമ്മൾ ഫ്രീ ആണ് ചിന്തിക്കരുത് കേട്ടോ. വാട്ടർ ആണ് നമ്മൾ വെള്ളം തുറന്നാൽ പോലെ പ്രത്യേകിച്ച്. വാട്ടർ ഇസ് ഓൾസോ ചാർജ് ഫോർ ദ ബേസ്ഡ് ഓൺ ദ amount used. Other cost of running a salon include rent, heating and lighting, insurance, marketing, cost of any hair care products and hair styling tools sold to clients. Margin on retail products is much higher than those for hairdressing services. അപ്പോൾ നമുക്ക് വന്നേക്കാവുന്ന കോസ്റ്റുകളെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഇടുന്ന പ്രൈസിന്റെ കാര്യങ്ങൾ, ഐ മീൻ എമൗണ്ടിനെ പറ്റിയിട്ടല്ല, പക്ഷെ എങ്ങനെയൊക്കെ ആയിരിക്കും, എന്തിന്റെ ബേസിസിലായിരിക്കും എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, ടൈം ബേസ്ഡ് പ്രൈസിംഗ് മോഡൽ. നമ്മൾ ഡെലിവർ ചെയ്യുന്ന സർവീസസിൽ ഓരോ സർവീസിനും ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന സർവീസ് ഏതാണോ അതിനനുസരിച്ചാണ് നമ്മൾ പ്രൈസിംഗ് ചെയ്തിരിക്കുന്നത്. വൺ. സെക്കൻഡ് വൺ, എംപ്ലോയി റെപ്യൂട്ടേഷൻ ബേസ്ഡ്, ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഫോളോയിങ് ഉള്ളതോ കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രീമിയം പ്രൈസിംഗ്. ഓക്കെ. തേർഡ് വൺ, ഈ പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുന്ന ഹെയർ ഡ്രസ്സേഴ്സിന്റെ കാര്യം പറയാണ്. അത് ഒരേ സമയത്ത് ഓപ്പർച്യൂണിറ്റിയാണ്, റിസ്കുമാണ്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, വളരെ സോഷ്യൽ മീഡിയ ഫോളോയിങ് ഉള്ള ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹെയർ ഡ്രസ്സർ DKK ഉണ്ടെങ്കിൽ, നാളെ അയാള് അത്യാവശ്യം റെപ്യൂട്ടേഷൻ ആയത് ഇവിടെ നിന്നിട്ടാണെങ്കിലും he can leave the organization anytime. He can low barriers to entry ആണ്. He can start a saloon by himself. ഒരു ഓൺടർപ്രണർ എക്സിറ്റ് റിസ്ക് നമ്മൾ വരുന്ന വഴിക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോ അങ്ങനെ ഒരാൾ കൂടെ ഉള്ളത് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യും. സോ ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി, അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ റിസ്ക് ആസ് വെൽ. ഓക്കെ. ഇനി ഡൈനാമിക് പ്രൈസിംഗ് പ്രാക്ടീസസ് ഇൻഡസ്ട്രിയിൽ നിലകൊള്ളുന്നുണ്ട്. അല്ലാതെ ഒരു പ്രോഡക്റ്റിന് ഇന്ന റേറ്റ് ആണ് എന്ന് പറയുന്നത് പോലെയല്ല. സർവീസ് ബേസ്ഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് കുറെ കൂടെ എളുപ്പത്തിൽ ഡൈനാമിക് പ്രൈസിംഗ് കൊണ്ടുവരാം. ഓക്കെ. ദിസ് മേ ക്രിയേറ്റ് കൺഫ്യൂഷൻ എമംഗ് കസ്റ്റമേഴ്സ്, മേ ക്രിയേറ്റ്. പക്ഷെ അതിന്റെ ബേസിസിൽ ആരും പ്രശ്നം ഉണ്ടാക്കാനൊന്നും വരില്ല. കാരണം ഓരോ കസ്റ്റമേഴ്സിന് കിട്ടുന്ന സർവീസ് എക്സ്പീരിയൻസിനനുസരിച്ച് കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ട്. ലേബർ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോസ്റ്റ് ഡ്രൈവർ ഈ ഇൻഡസ്ട്രിയിൽ. അത് പ്രത്യേകം 50%, റവന്യൂടെ 50%ഉം എംപ്ലോയീസിന് തന്നെയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സലൂൺ റൺ ചെയ്ത് പോകത്തുള്ളൂ. ഓക്കെ. ദെൻ നമ്മൾ ഗോയിങ് ഫോർവേഡ് വാട്ട് DKK ഷുഡ് ഡു, അല്ലെങ്കിൽ DKK അല്ലെങ്കിൽ സിമിലർ സലൂൺസിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഹൈ മാർജിൻ സർവീസസിൽ ഫോക്കസ് ചെയ്യും. ഏതാ? കളറിംഗ് അല്ലെ, പെർമിംഗ്, സ്ട്രെയിറ്റനിങ് പോലെയുള്ള സർവീസസ് ആണ് ഹൈ മാർജിൻ സർവീസസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഹെയർ കെയർ പ്രോഡക്ട്സ് സെല് ചെയ്യുക, ഹെയർ സ്റ്റൈലിംഗ് പ്രോഡക്ട്സ് സെല് ചെയ്യുക, ബ്രഷസ്, ഡ്രയേഴ്സിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് വൺ, ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ്. ഓക്കെ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ ഒന്ന് കമന്റ് ചെയ്ത്. എങ്ങനെയാണെങ്കിൽ CS ലേക്ക് കിടക്കാം. ഒന്ന് ക്ലിയർ ആണെങ്കിൽ ഒന്ന് C കമന്റ് ചെയ്യാം. ഓക്കെ. സിലബസ് ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ തേർഡ് ഡേയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. കറന്റ് നമ്മൾ പ്രസീൽ വായിച്ചു തീർക്കാന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി കേട്ടോ. അതുകൊണ്ടാണ് ഈ സ്പീഡിൽ ഇങ്ങനെ പോകുന്നത്. ഓക്കെ. ദെൻ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ CSF. ക്ലയൻസ് ചൂസ് എ സലൂൺ. നിങ്ങൾ തന്നെ ആലോചിക്കൂ. നിങ്ങൾ ചിലപ്പോൾ പ്രൈസിന്റെ ബേസിസിലായിരിക്കും നമ്മൾ സലൂൺ ചൂസ് ചെയ്യുന്നുണ്ടാവുക. ലൊക്കേഷൻ എളുപ്പത്തിൽ പോകുന്നതിന്റെ ബേസിസിലായിരിക്കാം. ഓർ സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഹെയർ ഡ്രസ്സേഴ്സ്, അല്ലെങ്കിൽ ക്ലീൻ ആൻഡ് ഇൻവൈറ്റിംഗ് എൻവയോൺമെന്റ് ഉള്ള സലൂൺ ആയിരിക്കാം. യൂഷ്വലി ഇതൊക്കെയാണ്. Although a small proportion of clients will travel a long distance to their preferred saloon, most clients select a saloon in their local area. അപ്പോൾ ചെയിൻ ബേസ്ഡ് ആയിട്ട് റൺ ചെയ്യുന്ന DKK പോലെയുള്ള, ഹലോ ഹെയർ പോലെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെയുള്ള കമ്പനീസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്സസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ലൊക്കാലിറ്റി എന്നുള്ളത്, പ്ലേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു CSF ആയിട്ട് പറയാണ്. ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ്. ഇഫ് ദ ലൊക്കേഷൻ ഈസ് ഇൻ റോങ് പ്ലേസ്, അവിടെ ബിസിനസ് നടക്കില്ല എന്നുള്ളത്. ഇനി സക്സസ്ഫുൾ ആയിട്ടുള്ള സലൂൺ, ഇതുവരെ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള സലൂൺസിനുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. സ്റ്റാഫ് വളരെ സ്കിൽഫുൾ ആണ്. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, സ്റ്റാഫിന് 50% കോസ്റ്റ് ഡ്രൈവർ ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ പ്രോബബ്ലി ഒരു സലൂൺ തിരഞ്ഞെടുക്കുന്നത് ചിലപ്പോൾ സ്റ്റാഫിന്റെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അല്ലെ. ആള് വളരെ ഒരു ഇൻവൈറ്റിംഗ് ആണ്, വളരെ പ്രൊഫഷണൽ ആണ്. മേ ബി നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. സ്റ്റാഫിന്റെ സ്കിൽ സെറ്റും എക്സ്പീരിയൻസും കണ്ടിട്ടായിരിക്കാം പെട്ടെന്ന് അയാൾ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. Then locations are in areas where there are lots of people. ഒരുപാട് വാക്കിൻസ് ഉള്ള നല്ല ലൊക്കേഷൻസ് ഉള്ള സലൂൺസ് ഒക്കെ പ്രോബബ്ലി സക്സസ്ഫുൾ ആണ്. പബ്ലിക് ട്രാൻസ്പോർട്ടും കാർ പാർക്കിങ്ങും ഒക്കെയുള്ള സലൂൺസ് സക്സസ്ഫുൾ ആണ്. മാനേജേഴ്സിന് ബിസിനസ് നോളജ് ഉള്ള, അത് കണ്ടോ, ഹെയർ ഡ്രസ്സേഴ്സ് 50% കോസ്റ്റ് ഡ്രൈവർ ആണെന്ന് പറയുമ്പോഴും അല്ലെ, മാനേജേഴ്സിന് നല്ല ബിസിനസ് നോളജ് ഉള്ളത് ഒരു ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയയിൽ പറയാം. അങ്ങനെയുള്ള സലൂൺസ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ടൂ മച്ച് ഓഫ് ഹാസൽസ് ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എനിക്ക് കളറിങ് ചെയ്യാൻ വരണം, ഞാൻ ഇന്ന സമയത്ത് വിളിക്കാം, ഞാൻ നോക്കട്ടെ തിരിച്ചു വിളിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ
അവിടെ ഏറ്റവും പെട്ടെന്ന് വരെ കസ്റ്റമേഴ്സ് ആകണം. കസ്റ്റമർ ടു മാർക്കറ്റ് ആ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ എത്രയോ ഇവിടെ അപ്പോയിന്റ്മെന്റ് ടൈം ആണ്. അപ്പോയിന്റ്മെന്റ് ടൈം എത്രത്തോളം കുറയുന്നു, അല്ലെങ്കിൽ ലീഡ് ടൈം ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. അത് ഒബ്വിയസ്ലി ഒരു സലൂണിന്റെ സക്സസ് ഫാക്ടർ ആണ്. പ്രൈസിങ് ട്രാൻസ്പെറന്റ് ആണ് എന്ന് വെച്ചാൽ പ്രൈസ് ഒന്നും അങ്ങനെ പറയാതിരിക്കുക, അങ്ങനെയൊന്നുമില്ല. എല്ലാം കഴിഞ്ഞിട്ട് പ്രൈസ് പറയാം. പ്രൈസിങ് ഇവിടെ ഇതാണ്, കട്ടിങ് ഇതാണ് പ്രൈസ് എന്ന് എഴുതി വെക്കുന്നത് അല്ലെ. ആ ഒരു ട്രാൻസ്പെറൻസി ഉള്ള സലൂൺസ് സക്സസ്ഫുൾ ആണ്. ഹൈ ക്വാളിറ്റി ഹെയർ കെയർ പ്രോഡക്ട്സ് അല്ലെ, സലൂണിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വാട്ട് ഓൾ ഷുഡ് ഡി കെ ഡു എന്നുള്ളത് പറഞ്ഞ് നമുക്ക് അറിയാവുന്നേ ഉള്ളൂ, മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ദെൻ സം റീറ്റെയിൽ പ്രോഡക്ട്സ് ഹാവ് എ സ്ട്രോങ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ വിച്ച് ഡ്രോ ക്ലയന്റ് ടു പെർട്ടിക്കുലർ ബിസിനസ്. അതെന്താ പറയുന്നത് അറിയോ? സം റീറ്റെയിൽ പ്രോഡക്ട്സ് സ്ട്രോങ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ, അതായത് ഇപ്പോ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കാണുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഗാർണിയർ എന്ന ബ്രാൻഡ് ഇവിടെ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. ഒരു ഹെയർ കെയർ പ്രോഡക്ട്സ് ആണ്, അവർക്കൊരു എക്സ്ക്ലൂസീവ് ചാനൽ ആയിട്ട്, ഒരു സെല്ലിംഗ് ചാനലായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ട്. ഡി കെ ആയിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ട് ഗാർണിയർ. അപ്പൊ ഗാർണിയറിന്റെ പ്രോഡക്ട്സ് ഡി കെയിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. ഓക്കെ, അല്ലെങ്കിൽ വാട്ട് എവർ എന്ത് ടൈപ്പ് ഓഫ് ബ്രാൻഡുകൾ നിങ്ങൾക്ക് ആലോചിക്കാം. അങ്ങനെ എക്സ്ക്ലൂസിവിറ്റി ഉണ്ടെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് അത് പറയുന്നുണ്ട്, എക്സ്ക്ലൂസിവിറ്റി പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ റീറ്റെയിൽ പ്രോഡക്ട്സ് മേടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ബിസിനസ്സിൽ തന്നെ പോകണം. അത് ആ രീതിയിലും കസ്റ്റമേഴ്സ് വരും. ഇനി ഇഫ് എ ബിസിനസ് ഇറ്റ്സെൽഫ് ഹാസ് എ സ്ട്രോങ് ബ്രാൻഡ്, ക്ലയൻസ് ആർ മോർ ലൈക്ലി ടു ചൂസ് ദാറ്റ് ബിസിനസ് ഓവർ കോമ്പറ്റീറ്റേഴ്സ്. പ്രൈസസ് സെയിം ആണെങ്കിലും ബ്രാൻഡ് എന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്നുണ്ടെന്ന രീതിയിലാണ് പറയുന്നത്. സ്ട്രോങ് ബ്രാൻഡ് എങ്ങനെ ഉണ്ടാക്കുന്നത്? പ്രൈസസ് ഒക്കെ സെയിമാണ്, കട്ടിങ്ങിന് അവിടെ ഇവിടെ സെയിമാണ്. പിന്നെയും നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ബിസിനസിനെ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി കൊണ്ടുവരാൻ പറ്റിയത് കൊണ്ടായിരിക്കും. Okay, strong relationship are often formed between clients and hairdressers over time, and if a hairdressers move to another business, clients will move to that business too. എ ബിസിനസ്സിൽ നിന്ന് ബി ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഹെയർ ഡ്രസ്സർ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാളെ മറക്കും. അപ്പൊ ബ്രാൻഡ് ഐഡന്റിറ്റി എന്നുള്ളത് അല്ലെ, അതൊരു ബ്രാൻഡിന് അത് നെഗറ്റീവ് ഉള്ള കാര്യം, ബിസിനസ്സിന് അത് മോശമായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ ഹെയർ ഡ്രസ്സർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കസ്റ്റമേഴ്സ് അപ്പോഴും മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, കസ്റ്റമർ ചോയ്സ് ഇസ് മൾട്ടി ഡയമെൻഷണൽ. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ആസ്പെക്ട് മാത്രം നോക്കിയിട്ട്, ഇപ്പോ എങ്ങനെയാ പറയാന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ റെസ്റ്റോറന്റിൽ പോകണമെന്നില്ല. നിങ്ങൾ പ്രൈസ് നോക്കും, ലൊക്കേഷൻ നോക്കും, കാർ പാർക്കിംഗ് ഉണ്ടോ എന്ന് നോക്കും. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കസ്റ്റമർ ചോയ്സ് എന്നത് ഇവിടെയും മൾട്ടി ഡയമെൻഷനിലാണ്. ഓക്കെ, ഈ ടേം ഒക്കെ ഉപയോഗിക്കാം കേട്ടോ എക്സാമിന്, മൾട്ടി ഡയമെൻഷണൽ എന്ന്. ഇതൊക്കെ നിർബന്ധമായിട്ട് ഉപയോഗിക്കുന്നത് ഇതൊക്കെ സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രൈസിങ്ങിലൂടെ മാത്രമല്ല, ഡി കെക്ക് എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ഇതൊക്കെ ഡിഫറൻസിയേഷന്റെ കാര്യങ്ങളായിട്ട് വരികയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ചലഞ്ചസ് ആണ്. ചലഞ്ചസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പറയാനുണ്ട്. അപ്പോ ഇന്നത്തെ ഒരു സെഷൻ 1 hour ആയതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അടുത്ത നമുക്ക് ടോട്ടൽ ഓൾ ടുഗദർ ഒരു 35 പേജസ് പറയാനുള്ളത്. ഓൾമോസ്റ്റ് ഒരു 10 പേജസ് ആയതുകൊണ്ടും 1 hour ആയതുകൊണ്ടും സെഷൻ വൈൻഡപ്പ് ചെയ്യണം. കാരണം 1 hour സെഷൻ വെച്ചിട്ട് 3 ഡേയ്സിലേക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡോക്യുമെന്റും ഞാൻ വിത്തിൻ ഒരു 1 or 2 days പ്രോബബ്ലി നാളെ തന്നെ ഷെയർ ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ മാക്സിമം മറ്റന്നാൾ മോർണിംഗ്. ഓക്കെ, അപ്പോൾ മീൻവെൽ ഇന്നത്തെ സെഷൻ വെറുതെ ലോങ് ആക്കി കൊണ്ടുപോകുന്നില്ല. ഓക്കെ, മുന്നോട്ട് പോവാം. പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഹാർഡാണ് മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിൽ ആ ക്ലൗഡിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഏതായിരുന്നത്, കോർജിറ്റ്സ് കഴിഞ്ഞ് ഡിസംബർ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്. ഒബ്വിയസ്ലി പ്രിസീൻ വായിക്കുമ്പോൾ തന്നെ കിളിപോകും. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ക്ലൗഡിനെ ബേസ് ചെയ്തുള്ള ഇൻഡസ്ട്രിയിലെ പറ്റിയിട്ടും പാസും സാസും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടല്ലോ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ. സിൻസ് പ്രിസീൻ ഇസ് ഓൾറെഡി ഔട്ട്, ട്രൈ ടു ഡു ക്വസ്റ്റ്യൻസ് വിച്ച് ഇസ് സിമിലർ ടു ദിസ് ഇൻഡസ്ട്രി. ഓക്കെ, അതെ, സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യന്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് നമ്മുടെ എക്സിബിറ്റിന്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്, എക്സിബിറ്റ് വരുന്ന സമയത്തുള്ള കാര്യമല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, ഒന്ന് തന്നെ കണക്ട് ചെയ്ത് എന്താണ് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തത്. കാരണം ലാംഗ്വേജ് വായിച്ച് മനസ്സിലാക്കാനുള്ള ഡിഫിക്കൽട്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇനി സോൾവ് ചെയ്യാൻ പറ്റില്ല. അത് ഓവർ ദ പീരീഡ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ ഹാവ് ഓൾറെഡി റിലീസ്ഡ് ഒരു ലാംഗ്വേജ് മാസ്റ്ററി വർക്ക് ബുക്ക് പോലെ ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ നിങ്ങൾക്ക് അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കാം
നമ്മൾ ക്ലാസ്സിലാണെങ്കിലും ആ കോമാസിന്റെ കാര്യമൊക്കെ പറഞ്ഞത്, അതെങ്ങനെ വായിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളൊരു സലൂണിൽ പോയിക്കോ, വെറുതെ എന്തായാലും 10 ദിവസം ഉണ്ട്, ഒരു ഹെയർ കട്ടിന് വേണ്ടിയിട്ടൊക്കെ വെറുതെ ഒരു സലൂണിൽ പോയിക്കോ. എന്നിട്ട് നമ്മൾ ഇതുവരെ ഒബ്സർവ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ ഈ പ്രസീനൊക്കെ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒബ്സർവ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യും ഹൗ ദിസ് ബിസിനസ് കുഡ് ബി ഇംപ്രൂവ്ഡ് എന്ന രീതിയിൽ. ഓക്കെ, അത് ആ, ഇപ്പൊ DK പോലെയുള്ള ഒരു പ്രീമിയം സലൂണിൽ പോകാൻ എനിക്ക് പറയണമെന്നുണ്ട്, ബട്ട് അതെല്ലാവർക്കും പോസിബിൾ ആണെന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്. ഓക്കെ, ഒന്ന് കണക്ട് ചെയ്തിട്ടോ അല്ലേ. വിച്ച് ഏരിയാസ് ടു കോൺസെൻട്രേറ്റ് നൗ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് മേ കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഞാൻ ഏത് ക്വസ്റ്റ്യൻസ് ചെയ്ത സമയത്ത് പറഞ്ഞതാണ്. എനിക്കത് പറയാൻ കഴിയില്ല. ദർ ആർ ട്യൂട്ടേഴ്സ് ഹു യൂഷ്വലി സേ ഇനി ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ ചെയ്യാം. അങ്ങനെ ഒരു ടോപ്പിക് റാൻഡംലി പറയാനാണെങ്കിലും എനിക്ക് പറയാൻ പറ്റും. പക്ഷെ SBL പേപ്പറിൽ നമ്മൾ വെരി ഫസ്റ്റ് ആയി പറഞ്ഞതാണ്, 1000+ പേജസ് ഉള്ള ഒരു മെറ്റീരിയൽ നമ്മൾ 8 ചാപ്റ്റേഴ്സ് ആയിട്ട് സമ്മറൈസ് ചെയ്യും. ഈ 8 ചാപ്റ്റേഴ്സും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, റിസ്ക് പഠിക്കും എന്ന് മാത്രം പറയാൻ എനിക്ക് പറ്റില്ല. കാരണം റിസ്കിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓൾറെഡി റിസ്ക് രജിസ്റ്റർ ഞാൻ പറഞ്ഞു വെച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് റിസ്ക് അത്ര ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണെന്നുള്ളത് കൊണ്ടാണ് എല്ലാ എക്സാമിനും റിസ്കിനെ പറ്റി ചോദിക്കാറുള്ളത് കൊണ്ടാണ് ഞാൻ റിസ്ക് ഏറ്റവും ആദ്യം പഠിപ്പിച്ചത്. ഓക്കെ, പിന്നെ CPD എന്താണെന്നും അതേപോലെ ലീഡർഷിപ്പ് എന്നതിനെ ബേസ് ചെയ്ത് ചാപ്റ്റർ 5 പഠിക്കാനുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ അത് എവിഡന്റ് ആണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട് പ്രസീനിൽ. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അവരുടെ പവറിനെ ഇമ്പാക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ അടുത്ത നാളെയും മറ്റന്നാളായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. ഗവേണൻസ്, ബോർഡിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട്, ഈവൻ ദോ ലിസ്റ്റഡ് ഒന്നും അല്ലെങ്കിലും ബോർഡിന്റെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി അതിൽ അവിടെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ എല്ലാ ചാപ്റ്റേഴ്സ് ആയിട്ട് മാപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ അടുത്ത ദിവസം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന മാപ്പിംഗ്സും അങ്ങനെ എല്ലാ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാപ്പ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഈ ഡോക്യുമെന്റ് നമ്മൾ അവസാനിപ്പിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാം പഠിച്ചോളൂ. ഓക്കെ, ബൈ ഹാർട്ട് പഠിക്കണമെന്നല്ല പറയുന്നത്, വീണ്ടും പറയുന്നത്, അത് ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. നിങ്ങൾ ഒരിക്കലും ബൈ ഹാർട്ട് അല്ല പഠിക്കേണ്ടത്. DK വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക, തിങ്ക് ചെയ്യുക കുറെയൊക്കെ. കാരണം SBL അങ്ങനെ ഒരു പേപ്പറാണ്, ഇതൊരു കേസ് സ്റ്റഡി പേപ്പറാണ്. നമുക്ക് കുറെ കാര്യങ്ങൾ വെറുതെ SWOT അനാലിസിസ് അല്ലെങ്കിൽ പോട്ടേഴ്സ് 5 ഫോഴ്സ് എന്ന് പറഞ്ഞ് ബൈ ഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല. ബട്ട് അവിടെ അതിനുള്ളിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കറിയാം. ഇവിടെ ബാരിയേഴ്സ് ടു എൻട്രി അവിടെയുള്ള പോയിന്റ് ആണ്. ഇപ്പൊ ചാപ്റ്റർ 1 റിലേറ്റഡ് ആയി, അങ്ങനെ എല്ലാ ഏരിയാസ് ആയിട്ടും റിലേറ്റഡ് ആണ്. അതിൽ തന്നെ സ്പെസിഫിക്കലി റിലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഡോക്യുമെന്റിന്റെ ലാസ്റ്റിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, മാരത്തൺ ക്ലാസ്സിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്യും, ദയവ് ചെയ്ത് നിങ്ങൾ മാരത്തൺ സെഷനിൽ കയറേണ്ട. കാരണം ഇപ്പൊ നമ്മൾ പറയുന്ന ഡിസ്കഷനിലെ ഇതേ കാര്യങ്ങൾ തന്നെയായിരിക്കും മാരത്തണിൽ പറയും. ഇതിനേക്കാളും കുറച്ചുകൂടെ കുറവ് പറഞ്ഞാലേ. അപ്പോ സെയിം കാര്യങ്ങൾ, എക്സാക്ട്ലി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മാരത്തൺ സെഷൻസിന് ഉണ്ടാവുക. അതുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ വീണ്ടും മാരത്തൺ സെഷൻ അറ്റൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, ആ ഒരു കാര്യം കൂടെ ഓർമ്മിക്കുകയാണ്. ഓക്കെ, സോ ഞാൻ നിങ്ങളുടെ ലാംഗ്വേജ് മാസ്റ്ററി ഡോക്യുമെന്റ് ഒന്നും വായിക്കാത്തവരുണ്ടെങ്കിൽ പ്ലീസ്, ഇപ്പം വളരെ റീസെന്റ് പഠിക്കാൻ ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. ഞാൻ എന്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ് ഗ്രൂപ്പിലും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. റെക്കോർഡിങ്സ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിവേ. അപ്പൊ മക്കളെ, അങ്ങനെയാണെങ്കിൽ സമയം കളയുന്നില്ല, നമുക്ക് നാളെ കാണാം. ഓക്കെ, സത്യം പറഞ്ഞാൽ പ്രെട്ടി ഈസി ആയിട്ടുള്ള ഒരു പ്രസീനാണ് വന്നിരിക്കുന്നത്. ഈ പ്രസിനെ ബേസ് ചെയ്ത് എന്ത് വേണമെങ്കിലും എക്സിബിറ്റ് വരാം. നമുക്ക് ഓൾറെഡി ഒരു യൂണിയന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എംപ്ലോയീസ്, ഹെയർ ഡ്രസ്സേഴ്സ് എല്ലാവരും കൂടെ സമരത്തിന് ഇറങ്ങുന്ന സിനാരിയോ ആയിരിക്കും. നമുക്ക് ആ രീതിയിൽ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ടീച്ചർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കും. ഓക്കെ, പക്ഷെ എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് വളരെ ഈസിലി ചിന്തിക്കാവുന്ന ഒരു ബിസിനസ് ആണ് വന്നത്. താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. അല്ലെ, നമുക്ക് അത്യാവശ്യം ചിന്തിക്കാവുന്ന എളുപ്പമുള്ള പ്രശ്നം. അല്ലാതെ ക്ലൗഡ് ഇൻഡസ്ട്രി പാസ് എന്താണെന്നും സാസ് എന്താണെന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ദാറ്റ്സ് ഇറ്റ്. അതിപ്പോ കുറച്ച് അതാണ് പ്രിസീന്റെ അഡ്വാൻറ്റേജ്. ആണ് അല്ലെ, പ്രിസീൻ നല്ല രീതിയിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ എക്സാമിന് ബാക്കി കാര്യങ്ങൾ. അപ്സെല്ലിംഗ് എന്താണെന്ന് ബ്രീഫായിട്ട് പറയാം. തീർച്ചയായിട്ടും അപ്സെല്ലിംഗ്, ക്രോസ് സെല്ലിംഗ് എന്നൊക്കെ പറയുന്ന സംഗതി, അതായത് നിങ്ങൾ ഹെയർ കട്ടിന് വേണ്ടിയിട്ട് സലൂണിൽ ചെന്ന സമയത്ത് പുള്ളിക്കാർ പറയണ അല്ലെ, ഗ്രൂം ചെയ്യാനായിട്ടുണ്ടല്ലോ, ഒന്ന് ഗ്രൂമിങ്ങും കൂടെ ചെയ്താലോ, അല്ലെങ്കിൽ ഒന്ന് ഫേഷ്യൽ ഇട്ടാലോ എന്നൊക്കെ പറയല്ലേ. ദാറ്റ് ഇസ് ബേസിക്കലി അപ്സെല്ലിംഗ്. 150 റുപ്പീസോ 200 അല്ലെങ്കിൽ 300 500 റുപ്പീസ് മുടക്കാൻ വന്ന നിങ്ങളുടെ കയ്യിൽ നിന്ന് 1000 റുപ്പീസ് റവന്യൂ പെർ കസ്റ്റമർ കൂട്ടുക എന്നുള്ള ഒരു KP എന്നൊന്ന് ബേസ് ചെയ്തിട്ടായിരിക്കില്ല അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദാറ്റ് ഇസ് ബേസിക്കലി അപ്സെല്ലിംഗ്. ഓക്കെ, കുറെയൊക്കെ ഇത് റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിലൂടെ വരും. ഇങ്ങനെ ചെയ്താൽ നന്നാവും, ഉടനെ നമ്മൾ അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യാനുള്ള കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അല്ലെ. ദാറ്റ് ഇസ് ഹൗ ദേ സ്ട്രക്ചർ ദ ബിസിനസ്. എസ്പെഷ്യലി ഇത് വളരെ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് കൂടെ ആയതുകൊണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ചെയ്താൽ, അല്ലെ, ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ പാസ്സാവും എന്ന് പറയുന്ന, ഈ ടോപ്പിക് പഠിച്ചാൽ നിങ്ങൾ എന്തായാലും SBL പാസ്സാവും, അങ്ങനെ ഒരു ടോപ്പിക് SBL അല്ല. അങ്ങനെ പറയുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, ബട്ട്
പ്ലീസ് ഡോണ്ട് ബിലീവ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നിങ്ങൾ അതിലും ഫോക്കസ് ചെയ്യേണ്ടത് പ്രൊഫഷണൽ ലാംഗ്വേജ് റൈറ്റിങ്ങും ബിസിനസ് ലാംഗ്വേജ് പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെയാണ്. ആസ് വി ഡിഡ് ഓവർ ദ പാസ്റ്റ് മെനി പേപ്പേഴ്സ്. So do we need to write and practice more like Optima reading and rephrasing? ഓൾറെഡി ഒപ്റ്റിമ ഇപ്പോൾ ഒരു തവണ നല്ല രീതിയിൽ റീഡ്രാഫ്റ്റ് ഒക്കെ ചെയ്തവരെ സംബന്ധിച്ച് റീഡിങ് ആൻഡ് റെഫറിങ് ഈസ് മോർ ദാൻ എനഫ്. ഓക്കെ, അങ്ങനെ ചെയ്യാത്തവര് എന്തായാലും ചെയ്തു നോക്കും. ഓക്കെ, നമ്മുടെ ലാംഗ്വേജും എക്സാമിനർ ലാംഗ്വേജ് ഒക്കെ വരെ എത്തുന്നുണ്ടോ, അത് ആ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഞാൻ പറയുന്നത്, എഴുതാൻ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമ്മൾ സമയം ഇങ്ങനെ അതിക്രമിച്ചു. ബാക്കി നമുക്ക് നാളെ ഇതേ സമയം കാണാം. ഓക്കെ, 3 days കൊണ്ട് നമ്മൾ പ്രിസി ഡിസ്കഷൻ തീരും. അതിനുശേഷം നിങ്ങൾക്ക് പെരുന്നാളാണ്. ഓക്കെ, അപ്പോ നല്ല രീതിക്ക് പഠിക്കൂ. ഒത്തിരി പഠിക്കാനൊന്നും ഇല്ലെന്ന് അറിയാം, ബട്ട് സ്റ്റിൽ കീപ് ഓൺ റീഡിങ് തിങ്സ്. ഓക്കെ, താങ്ക് യു.